പറഞ്ഞാൽ പക്ക ക്രിമിനൽസിൻ്റെ ഈ നാടിനെ സംരക്ഷിക്കാൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഈ നാടിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വിശ്വസിച്ച് ഗവൺമെൻറ് ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ചില ഓഫീസർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ സാമൂഹിക വിരുദ്ധമായ അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ സർക്കാരിനെ എൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാത്ത ഒരു മാർഗവും എൻ്റെ മുമ്പിലില്ലാത്തതുകൊണ്ടാണ് ഈ ഫോൺ കോളുകൾ ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എൻ്റെ കേരള ജനതയോട് ഞാൻ വീണ്ടും ആ കാര്യത്തിൽ ക്ഷമ ചോദിക്കുക. ഇപ്പോൾ നിങ്ങളൊക്കെ പറയപ്പെടുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, അതുപോലെ തന്നെ ADGP അജിത് കുമാർ മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ വിഷയം വരുന്നത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ച വലിയ ദൗത്യം, ഉത്തരവാദിത്വം സത്യസന്ധമായി അവിടെ നിർവഹിക്കപ്പെട്ടുവോ എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായ എൻ്റെ പ്രധാന പ്രശ്നം. അതില്ല എന്നതിന് ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പോലീസ് സൂപ്രണ്ട് ശശിധരൻ, നിങ്ങൾക്കറിയാം, നവകേരള സദസ്സ് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നു. നവംബർ 29-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരീക്കോടായിരുന്നു, രാവിലെ 11 മണിക്ക്. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലായിരുന്നു. അരീക്കോട് ഉണ്ടായ ഒരു സംഭവം അന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഈ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ചില യൂട്യൂബർമാർ അവിടെ കടന്നു വന്നു. അവർ ചില പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ വന്ന ആളുകളുമായി വാക്കേറ്റമുണ്ടായി. ഇതെല്ലാം കണ്ട് നോക്കി നിന്ന പോലീസ് അപ്പുറത്തുണ്ട്. പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന സഖാക്കൾ ആ വിഷയത്തിൽ ഇടപെട്ടു. അവരെ ബലമായിട്ട് അവിടുന്ന് മാറ്റി. ആ സദസ്സിനെ ആയിരക്കണക്കിന് 10,000-ഓളം ആളുകൾ പങ്കെടുത്ത ആ സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ മുൻകൂട്ടി ഗൂഢാലോചന നടത്തി വന്നവരാണ് ഇവർ. പോലീസ് അനങ്ങിയില്ല. അങ്ങനെ ഈ വിഷയം പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, പിറ്റേ ദിവസം അദ്ദേഹം 30-ാം തീയതിയാണ്, നവംബർ 30. 1-ാം തീയതി അദ്ദേഹത്തെ രാവിലെ നവകേരള സദസ്സ് നടക്കുന്നതിന് മുമ്പ് പത്രസമ്മേളനത്തിൽ അവിടുത്തെ പത്രക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഒരു 1.5 മിനിറ്റുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. ദയവായി അതൊന്ന് കേൾക്കുക. ഇന്നലെയല്ലേ അവിടെ 7,605 ആള് നിവേദനം കൊടുത്തു. 7,605 ആള് നിവേദനം അവിടെ കൊടുത്തു. ആ 7,605 ആള് സുഗമമായിട്ട് നിവേദനം കൊടുത്ത് അവിടെ പോയി. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടാകാത്ത കാര്യത്തിൽ പ്രശ്നം ഉണ്ടെന്ന് വെട്ടി തീർക്കാൻ ചില ആൾക്കാർ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, മറ്റൊന്നുമല്ല. ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെ ഏർപ്പാട് ചെയ്താണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എനിക്കതൊക്കെ പറയാൻ പറ്റും. നിങ്ങളിപ്പോ ഒരാളുടെ അടുത്ത് അനാവശ്യമായി തട്ടിക്കയറുമ്പോൾ അയാളുടെ പിന്നെ എന്തെങ്കിലും പറയില്ലേ, നിങ്ങൾ ആ ദൃശ്യം കൊടുത്താൽ ആ ദൃശ്യമാണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? എന്താ സംഭവിച്ചെന്നറിയും. 7,605 ആള് പങ്കെടുത്തിയൊരു പരിപാടിയാണ് നിങ്ങൾ കൊച്ചാക്കി കാണുന്നത്. അതൊരു ശരിയായ മാധ്യമപ്രവർത്തനമല്ല കേട്ടോ. അപ്പോ ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം, അതായത് ഡിസംബർ 1-ന് പാലക്കാട് നടത്തിയ പത്രസമ്മേളനം. അതേ ദിവസം ഈ ശശിധരൻ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർക്കെതിരെ 11ഓളം പ്രവർത്തകർക്കെതിരെ കേസിട്ടു. ചില്ലറ കേസല്ല, കളവ് കേസടക്കം. ആ പാവപ്പെട്ട DYFIയുടെ പ്രവർത്തകർ ഏകദേശം 3 ആഴ്ചയോളം ജയിലിൽ കടത്തി. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിഷയത്തിൽ കൃത്യമായ സർക്കാരിൻ്റെ നയം വ്യക്തമാക്കുകയും അവിടെ അലങ്കോലപ്പെടുത്താൻ വന്നവരാണ്
എന്ന് വ്യക്തമാക്കുകയും 7600 ചില്ലാനം ആളുകൾ പരാതി നൽകാൻ വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല. 1-2 യൂട്യൂബർമാർ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെൻറ്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിൻ്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം വളരെ വിശാലമായ വിഷയമാണ്. ഒരു സമ്മേളനം കൊണ്ടോ 10 സമ്മേളനം കൊണ്ടോ നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. 32 മിനിറ്റ് ഈ പറയുന്ന സുജിത് ദാസ് സംസാരിച്ച ഒരു കോൾ റെക്കോർഡാണ് എനിക്ക് നിങ്ങളെ ഇന്ന് ഇവിടെ നിന്ന് കേൾപ്പിക്കാനുള്ളത്. അതിൻ്റെ മുമ്പായിട്ട് ഈ വാർത്തകളിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഞാനൊരു പ്രസംഗം നടത്തി ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. ആ അഴിമതി കേസിൽ എൻ്റെ പ്രസംഗം ഒരു രേഖയായി എടുത്തുകൊണ്ട് ഹഫീസ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചു ഈ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ വിജിലൻസ് കോടതിയിൽ അദ്ദേഹം അത് ഫയൽ ചെയ്തു. കോടതി പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചു. പോലീസ് റിപ്പോർട്ട് കൊടുത്തു. എന്താ കൊടുത്തത്? ഇതിലൊരു കഴമ്പില്ല. അതിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ഈ വിഷയം കേരളത്തിൻ്റെ നിയമസഭയിൽ ഉന്നയിച്ചത് ഒരു MLA ആണ്. എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചോ, എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്തോ, നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചോ? ഒന്നും ഉണ്ടായില്ലല്ലോ. MR അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട്, നിങ്ങൾ അങ്ങനെ കൊടുത്തേക്ക്. കേരളീയ സമൂഹത്തിൽ വാക്കിന് വിലയില്ലാത്തവനായി ഞാൻ, അല്ലേ? ഒരു തെളിവും കിട്ടിയില്ല എന്നാണ് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നത്. തെളിവുണ്ട്. ഞാനിപ്പോൾ ആ യുദ്ധത്തിലല്ല. അപ്പോൾ ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിൻ്റെ നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാണ് MLA അതിലൊരു അടിസ്ഥാനമില്ല. ഈ പോലീസാണോ നീതി നടത്തുന്ന MR അജിത് കുമാറാണോ ഈ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ എനിക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെ വരുന്ന വിഷയങ്ങൾ ഞാനിതിലേക്ക് കടക്കാം. സത്യത്തിൽ ഈ പറയുന്ന, ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തിൽ നൊട്ടോറിയസ് ക്രിമിനലാണ് ADGP അജിത് കുമാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് MLA ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിൻ്റെ അങ്ങേയറ്റം, അല്ലേ? നിങ്ങളൊക്കെ ഞെട്ടും, കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ MR അജിത് കുമാറിൻ്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. എനിക്ക് ഫീൽ ചെയ്തതാണ്. ബോംബെ അധോലോകത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നു. ഇതിപ്പോൾ ലോകം മുഴുവൻ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധിവരെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും. അതിൽ അട്രാക്റ്റ് ചെയ്യണം. അതിൽ അട്രാക്റ്റ് ചെയ്തവനാണ് ഈ MR അജിത് കുമാർ. ഞാൻ ഫോൺ കോളുകളുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു. അജിത് കുമാറിൻ്റെ ഫോൺ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ്. ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ്. ആ ഫോണ് ഫോർവേഡ് ചെയ്ത് അതിൻ്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോണിൽ. ട്രാക്ക് നോക്കിയാൽ എന്താ? MR അജിത് കുമാറിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ആങ്ങളയോട് സംസാരിച്ചു. ഒരു കുഴപ്പമില്ലല്ലോ. ആങ്ങളയുടെ അങ്ങേ തലയിലാണ് മറ്റേ ചങ്ങാതി. അപ്പോൾ ആ സ്ത്രീയെ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വലിച്ച് ഇഴക്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നില്ല.
കാരണം അതൊരു സ്ത്രീയാണ്. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്. എനിക്ക് 10 പെങ്ങന്മാരുണ്ട്. അവർക്ക് ഒരുപാട് മക്കളുണ്ട്. എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബ്ലഡിൽ തന്നെ 100 കുട്ടികൾ, സ്ത്രീകൾ എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ആവശ്യമായി വരികയാണെങ്കിൽ അപ്പം നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. പിന്നെ ഏഷ്യാനെറ്റ് വിനു വി ജോൺ എന്നൊക്കെ അറിയാലോ, ഒരു കൊലപാതക കേസിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ബന്ധപ്പെട്ടവരാരോ ADGPയെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുക. ഇതേപോലത്തെ കോളാണ് കേട്ടോ, ഡയറക്റ്റ് അല്ല, എല്ലാം ഉണ്ട്. സഹായം അഭ്യർത്ഥിക്കുക. അതിനുള്ള മറുപടി സഹായിക്കാം എന്ന തരത്തിൽ തന്നെ അജിത് കുമാർ പറയുന്നു. അപ്പോൾ പോക്സോ കേസ്, ഞാനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കോഴിക്കോട്. ഒരു കുട്ടിയെ മാറ്റി ശബ്ദം പ്രസിദ്ധീകരിച്ചതിനെ കോഴിക്കോട് ഞാനൊരു കേസ് ഫയൽ ചെയ്ത് ആ കേസിൻ്റെ കാര്യം സംസാരിക്കുന്നു. അതിൽ പ്രയാസം ഉണ്ടാവരുത്. അത് ക്രൈംബ്രാഞ്ച് കേസ് കോടതിയിൽ ഇപ്പോൾ അതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. കേസ് വരുമ്പോൾ അറിയാം അതിൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോന്ന്. ആ കാര്യം നമുക്ക് കോടതിയിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങോട്ടേക്കാണ് ഈ പോണത്? എവിടത്തേക്കാണ് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, അജിത് കുമാറിൻ്റെ ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട്, ഒരു IPS ഉദ്യോഗസ്ഥൻ. എന്തിനാ? ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ അവിടെ ചോർത്തുന്നുണ്ട്. ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടാവും. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈം അന്വേഷിക്കാനല്ല. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മന്ത്രിമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ പരിപാടി എന്താണെന്ന് അറിയാനാണ്. അപ്പോൾ അതിൽ ചെറിയൊരു വിശ്വാസക്കുറവ് വന്നു. ആർക്ക്? MR അജിത് കുമാറിന്. അത് കൈകാര്യം ചെയ്യുന്നത് വേറൊരു ഓഫീസറാണ്, പേര് ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിലേക്ക് ആ IPS ഓഫീസറെ സൂപ്പർവൈസ് ചെയ്യാനും ആ കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യാനും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ല. ഈ രാത്രി ചായ ഉണ്ടായി കൊടുക്കുക, വൈകുന്നേരം ആകുമ്പോഴേക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ശമ്പളം കൊടുക്കുന്ന ഒരു ഓഫീസറെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുക. പുള്ളി വലിയ പുള്ളി കേട്ടോ, ഇപ്പം ഇരുത്തിയിരിക്കുന്ന പുള്ളി. സരിത കേസിൽ ഈ പറയുന്ന റിപ്പോർട്ടിൽ വലിയ പരാമർശം ഉണ്ടായിട്ടില്ല. നല്ല സാധുവായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ളൊരു IPSകാരനാണ് ഇപ്പോൾ ഈ സൈബർ ചോർത്തുന്ന കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് 2-3 കേസിൻ്റെ സൂചനയും പറയാം. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളുടെ മുമ്പിൽ വരും. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അതിന് പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ 1 വർഷമായി കാണാതായിട്ട്. കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല, അത് അനങ്ങൂല. അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട് വേറെ വിഷയമാണ്. ഒരുപാട് ഇവരുടെ ഈ പറയുന്ന എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പലരെയും പല സ്ഥലത്ത് ഇവർ കുടുക്കിയിട്ടുണ്ട്. സുജിത് ദാസ് IPSൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജോലി എന്തായിരുന്നു എന്നൊക്കെ അറിയാം. ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, അറിയില്ല. അയാൾ കസ്റ്റംസിലായിരുന്നു. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ നിന്നാണ് IPS എഴുതിയിട്ട് സുജിത് ദാസ് വരുന്നത്. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം നിലനിർത്തുന്നുണ്ട്.
ആ ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ, കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്നതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കസ്റ്റംസിലൊരു സെക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കേസ് പിടിച്ചല്ലോ അല്ലേ സുജിത് ദാസ്? അത്ഭുതമായിരുന്നു. എങ്ങനെ എത്ര കേസ് കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നടു റോഡിലിട്ട് പോലീസ് പിടിക്കുന്നല്ലേ? അങ്ങനത്തെ സംഭവം പലതും ദുബായിൽ നിന്ന് ഈ കാരിയർമാർ ക്യാരി ചെയ്ത് വരുമ്പം തന്നെ അവിടുത്തെ ഒറ്റുകാർ വഴി സുജിത് ദാസിന് വിവരം കിട്ടും. അതൊരു സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ആരാറിയും നമുക്ക്? നിങ്ങൾ ശരിക്കും കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരാണ്. അവർ സ്കാനിങ്ങിൽ ഈ സാധനം കാണുന്നുണ്ട്. ഈ കാരിയർക്ക് വിവരമൊന്നും അറിയില്ല, ഇത് അയക്കുന്നവനും അറിയില്ല. ഓല് വിചാരിക്കും അവരുടെ ഈ പാക്കിംഗ് സിസ്റ്റത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്. കരിപ്പൂർ എയർപോർട്ടിലൊക്കെ സ്കാനിങ്ങിൻ്റെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് കണ്ടാൽ ഇവനെ കടത്തിവിടുക. അപ്പോൾ പുറത്തു നിൽക്കുന്ന പോലീസിന് വിവരം, ഇന്ന ആൾ ഇന്ന കളർ കുപ്പായം ടാക്സിയിലോ വേറെ വണ്ടിയിലോ വരും. ഈ ചങ്ങാതിൻ്റെ ഒരു ഡാൻസ് സ്റ്റാഫ് ഉണ്ടല്ലോ, ഡാൻസ് സ്റ്റാഫ് അതൊക്കെ വരാൻ പോകണുള്ളൂ. പക്ക ക്രിമിനൽസ്. പേരെന്താ? MDMA പിടിക്കുക. പണിയെന്താ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് തോന്നും എന്താണ് എന്നാൽ കസ്റ്റംസിനെ അങ്ങോട്ട് പിടിച്ചാൽ പോരെ. കസ്റ്റംസിനെ പിടിച്ചാലേ കുഴപ്പം എന്താ അറിയോ? അവിടെ കംപ്ലീറ്റ് CCTV ഒബ്സർവേഷനിലാണ്. ഒരു ബിസ്ക്കറ്റ് എന്നെടുത്ത് മാറ്റാൻ കഴിയില്ല. അപ്പോഴോ പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. 2 പോലീസുകാർ അപ്പുറം ഇപ്പുറത്ത് ചാടിക്കയറുന്നു, വിടറാന്ന് പറയും. ഇവരെ കേന്ദ്രത്തേക്ക് പോവാം. അവിടെ നിന്നാണ് ചോദിക്കാനൊന്നുമില്ലല്ലോ, കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്ത് എങ്ങനെ വെച്ചിരിക്കുന്നത്. 25 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 ബിസ്ക്കറ്റ് അവിടെ എടുക്കും. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് PV എന്നവർ പറയുന്നത് കേട്ടോ. 50-60% അടിച്ചു മാറ്റും, ബാക്കി കസ്റ്റംസിന് കൈമാറും. എന്നും പിടുത്തം, കോടാനുകോടി ഉറുപ്പിൻ്റെ സ്വർണ്ണം പിടുത്തം. കസ്റ്റംസ് പിടിച്ചാൽ ആർക്കൊന്നും കിട്ടൂല. അപ്പോൾ 60-70% അടിച്ചു മാറ്റി. അതിനൊരു സെറ്റപ്പ് സുജിത് ദാസിൻ്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസ് സ്റ്റാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിൻ്റെ ഏറ്റവും തലവൻ MR അജിത് കുമാറും അന്വേഷിക്കട്ടെ. ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. ഞാൻ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ്. ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. MR അജിത് കുമാറൊക്കെ ജയിലിലേക്കാണ് പോണ പ്രിയ സുഹൃത്തുക്കളെ. സുജിത് ദാസ് പോകുന്ന സുജിത് ദാസിന്റെ വഴി സെൻട്രൽ ജയിലാണ്. ഒരു തർക്ക കാര്യത്തിലില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ രീതിയിൽ ഇതിൻ്റെ ഒക്കെ പഴിയാർക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. എങ്ങനെ മുഖ്യമന്ത്രി ഇത് ഏറ്റെടുക്കും? നിങ്ങൾക്കറിയാലോ, മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ഒരാൾക്ക് 29 വകുപ്പ് 4 ചായപ്പീട് കൈകാര്യം ചെയ്യാൻ കഴിയും ഒരു വ്യക്തിക്ക്. ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. പള്ളിയുടെയും അമ്പലത്തിൻ്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ പോയി നമ്മൾ വീഴൂലേ? പള്ളിയിൽ നിസ്കരിക്കാൻ പോകണം, അവിടെ കിണറുണ്ടെന്ന് ആലോചിക്കുമോ? അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് ആലോചിക്കുമോ? ആരും വീഴൂലേ? അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണർ കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര സംഭവങ്ങൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണിത്.
മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലേ അരീക്കോട് സംഭവത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിൻ്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ച് കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത്? ഇതിൽ വലിയ ധിക്കാരെന്താ? ആർക്കതിൻ്റെ ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അവിടെയാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റില്ലോ. ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലെ കാര്യമല്ല, ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ, അതിനാണല്ലോ അദ്ദേഹത്തെ ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ എടുത്താൽ പൊന്താത്ത ലോഡുണ്ട്, നമുക്കറിയാലോ. അപ്പം ഞാൻ തുടക്കം മുതലേ പറയുന്ന വിഷയമാണ്, ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും അതിനുശേഷവും ഇത്രയും MLA ആയിട്ട് ഈ നിമിഷം വരെ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് പാര വെക്കാനുള്ള ശ്രമം ഒരു മകനെന്ന നിലക്ക് അത് തടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് നിർവഹിക്കുന്നത്. അത് ഏത് തലത്തിലേക്ക് പോയാലും കൊല്ലിച്ചും നല്ല പരിചയമുള്ള ഗുണ്ടാ സംഘങ്ങളുള്ള വലിയൊരു ടീമിനോടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത്. എൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്കറിയാം, പക്ഷെ ജീവനിലുള്ളിടത്തോളം സമയം പറയാലോ. ആ പറച്ചിൽ തന്നെയാണ് ഞാൻ തുടരുന്നത്. അപ്പം ഈ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി സംവിധാനവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇതിന് ആൻസർ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്ന് പറയേണ്ടി വന്നത്. ഇപ്പം ചില വാർത്തകൾ എന്നോട് പാർട്ടി വിടുന്നു, ലീഗ് ചേരുന്നു, കോൺഗ്രസ് ചേരുന്നു, BJP ചേരുന്നു എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. കാരണം ഇതിലേറെ സ്ട്രോങ് പാർട്ടി അതല്ലേ, ഇന്ത്യ ആകെ ഭരിക്കുന്ന വിഷയം. അത് പറഞ്ഞൂടെ? അപ്പം ഞാൻ ഈ പാർട്ടിയെ നിലനിർത്താൻ ഇതിലെ ഈ ചതിക്കുഴികൾ, ബഹുമാനപ്പെട്ട നമ്മളെ പ്രിയങ്കരയായ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് മരിച്ചത്? എങ്ങനെ വെടിയുണ്ട്? പഞ്ചാബിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം ഇന്റലിജൻസ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതാ, സിഖ് വിഭാഗത്തിൽപ്പെട്ടവരെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ നിന്ന് ദയവായി മാറ്റണമെന്ന്. ഇന്ദിരാജി എന്താ പറഞ്ഞത്? പിന്നെന്താ മതേതരത്വം? വെടികൊണ്ട് മരിച്ചില്ലേ? അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കൊലച്ചതിക്ക് വിട്ടുകൊടുക്കണോ? ഞാൻ വിട്ടുകൊടുക്കണോ? ഞാൻ ഏതായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്നുകിൽ ഞാനില്ലാതാവും. അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി ഇല്ലാതാവാനാണ് എൻ്റെ വിധിയെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വിധിക്കനുസരിച്ചേ നടക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ്. ഈ പോരാട്ടം ശക്തമായപ്പം എന്നെ സ്നേഹിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട പലരും വിളിച്ചു. അതിൽ കേരളത്തിലെ ഒരു വലിയ മഹാനായ മതപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരോടായി കളിക്കുന്നത്? നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇവരൊക്കെ വലിയ സംവിധാനമല്ലേ? ഈ ഗവൺമെൻറ്റൊക്കെ 2 കൊല്ലം കഴിഞ്ഞ് പോയാലും ഇവരൊക്കെ വീണ്ടും അധികാരത്തിലുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടത്. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ വന്ന് കാണാൻ പറയാൻ പറ്റുന്ന ഒരാൾ നിലക്ക് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ ബഹുമാനപ്പെട്ട പണ്ഡിതനോട് പറഞ്ഞു, ഖുർആനിലൊരു ആയത്തുണ്ട്, ഒരു അധ്യായം, ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല, ദൈവമായി ഞാൻ ഉദ്ദേശിക്കാതെ. എന്നിട്ട് തിരിച്ച് വീണ്ടും പറയാണ് ഖുർആൻ, ഈ മനുഷ്യരെല്ലാവരും ജിന്നുകളും കൂടിയിട്ട് നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ സഹായിക്കാൻ കഴിയില്ല, ദൈവമായ ഞാൻ ഉദ്ദേശിക്കാതെ. അപ്പോൾ ആ ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓലപ്പാമ്പ് കാണിച്ചും ഈ പേടിപ്പിച്ചും ഈ വേറെ രീതിയിൽ അങ്ങനെ ഇപ്പം എൻ്റെ ഫോണൊക്കെ ഹാക്കിങ്ങിലാണ്, എന്നോ ഹാക്കിങ്ങിലാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ ചില സമയത്ത് 4 ആളൊക്കെ സംസാരിക്കുന്നുണ്ടോ? മനസ്സിലായില്ലേ? 4 ആളൊക്കെ സംസാരം കേൾക്കാം. ഇതൊന്നും തുടങ്ങിയതല്ല. അത് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള അജിത് കുമാറിന് അറിയാം. ഈ സാജൻ സ്കറിയ കേസിൽ സത്യം ഞാൻ തുറന്ന് പറയാം, ഞാൻ ഇന്നെല്ലാവരോടും പറഞ്ഞു, ഈ ശ്രീജിത്തിനോട് പരാതി ഈ മരമുറി കേസിൽ കൊടുപ്പിച്ചത് ഞാനാ. സാജൻ സ്കറിയ ഇത്ര വലിയ ഒരു രാജ്യദ്രോഹി, ഒരു മതവിരോധി, ഒരു വർഗീയവാദി
ഈ മനുഷ്യരെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയവൻ, പാർട്ടിയെ അടിവേര് വെട്ടിയാൻ ശ്രമിച്ചവൻ, ആ പാവം കൊടിയേരി സഖാവ് മരിച്ചുപോയി. ആ മകൻ 1.5 വർഷമല്ലേ ജയിലിൽ കിടന്ന്, നിങ്ങളാരെയും അന്വേഷിച്ചു? ആ കേസ് എഴുതി തള്ളി, അങ്ങനെ സംഭവമില്ല. മുഖ്യമന്ത്രി, കുടുംബം, മക്കള്, മരുമക്കള്, പാർട്ടി സെക്രട്ടറി, മന്ത്രിമാർ ഈ ഗവൺമെന്റിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി ഈ നാട്ടിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ 10,000 വീഡിയോകൾ ചെയ്തവൻ. അതെല്ലാം കഴിഞ്ഞൊരു വയർലെസ് ചോർത്തിയ കേസ് എത്രമാത്രം സീരിയസ് ആണെന്ന് അറിയാലോ. ആ കേസിലാണ് ഞാൻ ഈ ചങ്ങാതിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനെ സഹായിക്കുന്നതെന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ ഞാൻ വെള്ളിവിളിച്ചല്ലോ, MR അജിത് കുമാറിന് ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രോസിക്യൂഷൻ കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ ഈ 66F സൈബർ ടെററിസം അട്രാക്ട് ചെയ്യും ഈ പ്രവൃത്തി എന്ന് പറഞ്ഞ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പിന്നെ പോലീസിന് അത് എഴുതുന്ന പണിയാ. അതിനാണ് ഹൈക്കോടതിയിൽ ഈ ലീഗൽ അഡ്വൈസേഴ്സിനെ ഗവൺമെന്റ് വെക്കുന്നത്. ഈ നിമിഷം വരെ ചെയ്തോ? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് പലരും പോവും, ഇന്ന കേസ്, ഇടവണ്ണ കേസ്, മാമി കേസ്, നാട്ടിലെ പല കേസുകളും അന്വേഷിച്ചിട്ട് അതിന് നടപടിയില്ല പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കണ്ട പാവപ്പെട്ട മുഖ്യമന്ത്രി അത് സീരിയസ് ആയിട്ട് എടുത്ത് ക്രൈംബ്രാഞ്ചിന് വിടും. ഈ ചങ്ങാതി എന്താ ചെയ്യാറ്? നിങ്ങൾക്ക് തെറ്റി, എനിക്ക് പോലും തെറ്റാറുണ്ടായിരുന്നു. ഒരു ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട്. ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് പറഞ്ഞാൽ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ ബോഡീസിന്റെ കീഴിൽ തന്നെ, ഈ അജിത് കുമാറിന്റെ കീഴിലാണ്. ഏത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ പറഞ്ഞാലും അദ്ദേഹം അങ്ങോട്ടാ വിടുക. സ്റ്റേറ്റ് പോലീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് തന്നെ. അങ്ങനെ ഈ കേസ് പോലും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനാണ് വിട്ടത്. അതും കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്. അന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത്രയും വലിയൊരു ദേശദ്രോഹിയെ ഒരുത്തന് സഹായിക്കാൻ കഴിയണമെങ്കിൽ അവനേക്കാളും വലിയ ദേശദ്രോഹിയായിരിക്കും ഈ MR അജിത് കുമാർ എന്ന എൻ്റെ ബോധ്യം. കഴിഞ്ഞ 8-9 മാസമായി ഇവരെ അവരെ വിചാരം അവരിൻ്റെ പിന്നാലെയാണ്. അവരിൻ്റെ പിന്നാലെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇവരെ പിന്നാലെ തന്നെയാണ്. ഇതുകൊണ്ടൊന്നും ഇത് തീരൂല. നല്ല പണം ഞാൻ ഇതിന് ചെലവാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എടുക്കാൻ. പോലീസിനെ സഹായിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് ഈ വിഷയത്തിൽ. അവരെയൊക്കെ ചിലരെയൊക്കെ വില കൊടുത്ത് എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ അവസാനിക്കില്ല. അപ്പോൾ വീണ്ടും നയം വ്യക്തമാക്കണം. ജീവനുണ്ടെങ്കിൽ ഈ വിഷയമായി മുന്നോട്ട് പോകും. ഇവനെ ഒന്നും നടപടി സ്വീകരിക്കാൻ പരാതി കൊടുത്തോ അഭ്യർത്ഥിച്ചെന്നൊക്കെ ആരോ ചോദിക്കുന്നുണ്ട്. ഇവനൊന്നും പരാതിയല്ല, ഇവനൊക്കെ ജയിലിലേക്കാ, സെൻട്രൽ ജയിലിലേക്ക്. അപ്പോൾ നമുക്കിനി ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ ഏറ്റവും എന്താ പറയുക കാവൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അവാർഡുകൾ വാരിക്കൂട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട, എങ്ങനെ അഭിവാദ്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, സുജിത് ദാസ് ചേട്ടൻ. എവിടെയാ ഇപ്പൊ സുജിത് ദാസ്? എവിടെയാ? അതെ, ഇപ്പൊ എവിടെയാ? ലീവ് എന്തിനാ പോയത്? അല്ല, എന്തിനാ ലീവ് പോയത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലീവ് പോയത് ഇപ്പൊ ഈ തെളിവ് കൽപ്പിക്കാൻ ഓടുക. മനസ്സിലായോ? ഇപ്പൊ ഞാനീ പറഞ്ഞതിന്റെ ബാക്കി പത്രത്തിന്റെ അതിന്റെയൊക്കെ ഒരു അവസാന ഘട്ടത്തേക്ക് പോവാ. എന്താ പറയുക ചോദിച്ചല്ലോ? സുജിത്ദാസിനെതിരെ കർശനമായ ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ട എന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റും, സസ്പെൻഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. MR അജിത് കുമാറിനെതിരെ അന്വേഷണം വേണ്ട എന്നുള്ള വാർത്തകളാണ് വരുന്നത്. വാർത്തയല്ലേ? എന്തെങ്കിലും റെക്കോർഡുണ്ടോ? നിങ്ങൾ ഈ പേട്ടന് അങ്ങനെ വല്ല തീരുമാനം എടുത്തതായിട്ട് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടേക്ക് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമായിട്ട് വാർത്തകൾ വരുന്നത്. വാർത്ത ഇപ്പൊ നമ്മൾ തമ്മിൽ കൊടുക്കുന്ന സംഗതിയല്ലേ? പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്ക് ഇത്രയും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. എപ്പോഴെങ്കിലും ഇത് പാർട്ടിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. P. ശശിയുടെ നേരിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി താങ്കൾ നിയമസഭാംഗമല്ലേ? അല്ല, അത് പാർട്ടി ആലോചിക്കട്ടെ. നമ്മളങ്ങനെ പാർട്ടി അറിയിച്ചോണ്ടിരിക്കല്ലേ. അന്ന് ഞാൻ പോയി പറഞ്ഞാൽ ഇവിടെ ഇത് എന്താ അടിസ്ഥാനം MLA ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും, ആൾക്കാർ പലതും പറയും അല്ലേ? സ്വാഭാവികമായിട്ട് ഞാനാണെങ്കിൽ അത് പറയും. അല്ല, അതൊക്കെ പാർട്ടി അന്വേഷിക്കട്ടെ എന്ന്. പാർട്ടി നല്ലൊരു സംവിധാനം ഈ നാട്ടിലില്ലേ?
സർക്കാർ പാർട്ടി സെക്രട്ടറി ആയിരിക്കാമെങ്കിലും താങ്കൾ ശ്രമിച്ചിട്ടുണ്ട്. താങ്കൾ എപ്പോഴെങ്കിലും 8 മാസമായിട്ട് താങ്കൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും പാർട്ടി സെക്രട്ടറിയായോ പാർട്ടി ഏതെങ്കിലും കേന്ദ്രങ്ങളിലെ ഈ വിഷയം താങ്കൾ അവതരിപ്പിച്ചു? ഈ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈസ് എ പാർട്ട് ഓഫ് പാർട്ടി. ഈസ് എ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഓഫ് ദ CPM. ഒരേ സമയത്ത് രണ്ട് കാര്യം പാർട്ടി സെക്രട്ടറിയോടും പാർട്ടി ലീഡറോടും പറയുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ഇസ് വൺ പേഴ്സൺ. എന്റെ അമ്മച്ചി എനിക്കതിനെ കുറിച്ച് അറിയില്ല. ഈ ശശിയുടെ അറിവോട് കൂടിയിട്ടാണ് അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല. അത് പാർട്ടി അന്വേഷിക്കട്ടെ. ഈ പറയുന്ന ക്രിമിനലിസം അതിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ളവർ അന്വേഷിക്കട്ടെ. പ്രതിച്ഛായക്ക് തന്നെ മോശമാകുന്ന ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ എല്ലാം അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഈ ഇടതുപക്ഷം വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. ആ രീതിയിൽ താങ്കൾ ഒരു ഗൗരവമായിട്ട് അറിയിക്കേണ്ടതല്ലേ? അല്ല, അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പാർട്ടി ഇപ്പോഴല്ല അതൊക്കെ അറിയുന്നത്. ഇപ്പോഴറിയും. ഇപ്പൊ ഈ പോകുമ്പോഴേ അറിയുന്നുള്ളൂ ഇത്തരം കാര്യങ്ങൾ. ഞാൻ ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. അത് പി ശശി ഇതിലൊരു നടപടിയും സ്വീകരിച്ചില്ല. അദ്ദേഹമാണ് സത്യത്തിൽ ഈ കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ സംഗതികൾ, ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ദയനീയമായ കേസന്വേഷണത്തിന്റെ പരാജയത്തിന്റെ പരാതികൾ, ഇതൊക്കെ അന്വേഷിക്കാൻ അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹത്തിന് നിർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ സെക്രട്ടറി? ഈ ഷുഡ് അനലൈസ് ദ പൊളിറ്റിക്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള ആൻഡ് ഹി ഹാസ് റിപ്പോർട്ട് ടു CM ആൻഡ് ദ പാർട്ടി. അയാൾ ഉത്തരവാദിത്തല്ലേ? ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ പ്രശ്നം. പലതവണ താങ്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് നടന്നില്ല. താങ്കളുടെ മാത്രം പ്രശ്നമാണോ അതോ മറ്റ് MLA-മാർക്കും ഇതുപോലെ ഉണ്ടാവും? അതെനിക്കറിയില്ല. വെടികൊണ്ട് മരിക്കാൻ തയ്യാറുള്ള MLA-മാർ എത്ര ആളുണ്ടെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെയും ശേഷിയുടെ പ്രശ്നമാണ്. മനസ്സിലായി? ഇത് ചെറിയ കാര്യമില്ലല്ലോ. ഈ ഭരണം പോകുമ്പോൾ ഇവരിൽ ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. ഇവർക്ക് എന്ത് കള്ളക്കേസ് എടുത്തൂടെ? ഞാൻ ഇതിലേക്ക് തന്നെ ഇറങ്ങുമ്പോൾ ആലോചിച്ചു. മറ്റേ ചങ്ങാതി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, 25 കൊല്ലം എനിക്ക് സർവീസ് ഉണ്ട്, വിനീത വിധേയനായിട്ട് നിൽക്കും. നല്ല ലാഭമല്ല കച്ചവടമല്ലേ? ഇപ്പുറത്തേക്ക് ഈ ലെവലിൽ ഇറങ്ങിയാൽ എന്താ സ്ഥിതി? ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലെ? എൻ്റെ ആയുസ് പടച്ചം നിശ്ചയിക്കപ്പെട്ടതാണ്. മരണം നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തേക്ക് ആ മരണത്തിലേക്ക് നിങ്ങൾ നടന്നടുക്കുന്ന പറയുന്നു. അതുകൊണ്ട് ഞാൻ മരണത്തിന് ഭയപ്പെടുന്നേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. എൻ്റെ ഉള്ളിൽ എന്നോട് പറഞ്ഞത് ഈ നാട് ഈ കോലത്തിലാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. അധികാരം എന്ന് പറഞ്ഞതിന് ഒരുപാട് ആൻസർ ഐ ഹാവ് ടു ആൻസർ ടു മൈ ഗോഡ്. അപ്പോൾ എൻ്റെ മനസാക്ഷി എന്നെ തള്ളുകയാണ്. പറയൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് പറയണം. അദ്ദേഹത്തെ CM പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞാൻ ഇപ്പതല്ലേ പറയുന്നത്? ഇന്നലെ ADGP പറഞ്ഞതാണ്. ഈ പറയുന്നതൊക്കെ അനലൈസ് ചെയ്യണ്ടേ? പെട്ടെന്ന് PV Anwar MLA ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എവിടെ MR അജിത് കുമാർ അവനങ്ങോട്ട് വിളിക്ക്, ഇറങ്ങിപ്പോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. ഇതൊരു സിസ്റ്റം അല്ലേ? പാർട്ടിയുടെ പിന്തുണ എന്താ സംഭവം? ആ പാർട്ടിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പിന്തുണ. ഐ ആം ദി പാർട്ട് ഓഫ് ദ പാർട്ടി. പിന്നെ എനിക്ക് പിന്തുണ. ഐ ആം ദി പാർട്ട് ഓഫ് ദ പാർട്ടി. ഐ ആം എ വർക്കർ ഓഫ് ദ പാർട്ടി. നിങ്ങൾക്ക് പിന്തുണ ആവശ്യമില്ലല്ലോ. വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അച്ഛൻ്റെ മകനാണോ എന്ന് ആരെയും ചോദിക്കൂ? അച്ഛൻ്റെ മകനല്ലേ? സർക്കാരിന് വിരുദ്ധമായി ഇങ്ങനെ സേനകളുടെ വിഭാഗം പ്രവർത്തിക്കുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറിയും അത്തരം വിരുദ്ധ നിലപാടുകളെല്ലാം സ്വീകരിക്കുന്നത്. അതൊന്നും പൊന്നും മകനെ എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞ മലയാളത്തിലല്ലേ? ഈ മന്ത്രിമാരെ നല്ല ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. മന്ത്രിമാരുടെ ഫോൺ കോളുകൾ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ പേര് ചെയ്യുന്ന അവസ്ഥയല്ലേ? ആണല്ലോ. ഭരണപരാജയം കൂടിയല്ല അത് ഭരണപരാജയമാണോ ഭരണത്തിന്റെ നന്മയാണോ? സാധാരണ നമ്മൾ ഈ പറയുന്ന ഇങ്ങനത്തെ ഒക്കെ ക്രൈസിസ് സാധാരണ ഒരു ഗവൺമെന്റ്, നമ്മളൊരു ഉദാഹരണം പറയും ഇതുമായി ബന്ധപ്പെട്ട്, ഇതേപ്പം ചോർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ചോർത്താറുണ്ട്. എപ്പോഴാണ്? ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു പാർട്ട് മാറി അപ്പുറത്തേക്ക് പോയി അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. സ്വാഭാവികമായിട്ടാണ് ഈ പറയുന്ന ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ചിലപ്പം അങ്ങനെ പോകാൻ സാധ്യതയുള്ള നേതാക്കന്മാരുടെ MLA-മാരുടെയൊക്കെ. അങ്ങനത്തെ ഒന്നും സംഭവം കേരളത്തിലില്ലല്ലോ. ഇത് സീതാ നടന്നു പോകുന്ന ഒരു ഭരണകർത്താക്കൾ ആരൊക്കെയാണ് വിളിക്കുന്നത്? ഇപ്പം ഒറ്റ കാര്യം പറഞ്ഞു, ഇടവണ്ണ കേസ്. ഇടവണ്ണ ആ പെടി വെച്ചാൽ അതിലേക്ക് വരുന്നുള്ളൂ, ഒന്നും ഇപ്പം പറയുന്നില്ല. ഒറ്റ ഉദാഹരണം പറയാം. ആ കേസ് ആദ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സത്യസന്ധമായിട്ടാണ് പോയിരുന്നത്. ആ കേസ് അന്വേഷിച്ചിരുന്നത് ബിജുവാണ്, തിരൂര് SP DYSP. അദ്ദേഹത്തിന്റെ ഫോണ് മുഴുവൻ ചോർത്തിയാര്? സുജിത് ദാസ്. അവനെ വിളിപ്പിച്ചു. നിങ്ങൾ കേട്ടോ?
ഉത്തരവാദിത്തത്തിൽ കൂടി പറയുന്നു. ഫോൺ കോൾ ഇങ്ങനെ ആ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. ഞാൻ എന്താണോ മനസ്സിലായല്ലോ എന്ന്. അപ്പൊ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കേസ് നടത്തിക്കൊന്നത്. സുജിത് ദാസിന്റെ ആ കേസിലെ ഇന്റൻഷൻ എന്താണ് അതിന് അനുസരിച്ച് നടത്തിക്കൊന്നു. അപ്പോ ആരമുണ്ട് ബിജു ഇപ്പൊ തിരുവാലിക്കാരൻ എന്റെ നാട്ടുകാരൻ എടവണ്ണ പഞ്ചായത്ത്. ഇപ്പൊ നമ്മളെ പോലീസുകാരൻ മരിച്ചില്ലേ, അത് നമ്മളെ പഞ്ചായത്തിന്റെ പത്തപേര് ശ്രീകുമാർ ഒക്കെ ബാക്കിൽ വരുന്നുണ്ട്. അതെ, അതാ പറഞ്ഞ് കൊന്നിട്ടുണ്ട്, കൊല്ലിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യിച്ചിട്ടുണ്ട്, നാട് വിട്ടിട്ടുണ്ട്, ജോലി രാജിവെച്ച് പോയിട്ടുണ്ട്, മാനസിക രോഗികളായ പോലീസുകാരുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഓ അതെ അതെ അതെ, അതൊക്കെ ബോംബെ സ്റ്റൈലാണ്. മരിച്ചോ മരിച്ചു, വെടി വെച്ചതാരാണ്, വെടി വെപ്പിച്ചതാരാണ്, വരാൻ പോകുന്നേ ഉള്ളൂ. അയാളും ഭക്ഷണമല്ല കഴിക്കുന്നത്. പി ശശി നമ്മളെയൊക്കെ പോലെ ഭക്ഷണം കഴിക്കുന്നത്, നമ്മളെക്കാട്ടിലൊക്കെ ബുദ്ധി ഉള്ളൊരു വ്യക്തിയല്ലേ. അപ്പൊ അങ്ങനെ 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 അറിയാതെ പോകാൻ സാധ്യത ഉണ്ടോ? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കും. ആ ഒരു പണി നിങ്ങൾ എടുക്ക്. ഇത്രയും പണി ഞാൻ എടുത്തില്ലേ? കൊല്ലിച്ചിട്ടുണ്ട്, അവരെ ആളുകളെ പ്രതികളെയും അതിന്റെ ആളുകളെയും കൊണ്ടുവരുന്നത് അല്ല, അത് നമുക്ക് പിന്നെ പറയാം. നിങ്ങളിതിൽ ആത്മാർത്ഥമായി എന്നെ നിങ്ങൾ സഹായിക്കണ്ട. എൻ്റെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും, അതൊരു തർക്കമില്ല. ഞാൻ അത്ര നല്ല ആളൊന്നും അല്ലല്ലോ. അപ്പം എൻ്റെ പിന്നാലെ കൂടെ ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അത് നിങ്ങൾ വിട്ടേക്ക്. നമ്മൾ ആദ്യത്തെ ആ പൊസിഷനിൽ തന്നെ നമുക്ക് നിൽക്കാം, അതിനെനിക്ക് കുഴപ്പമില്ല. ഈ വിഷയം ദയവായി ഞാനാണ് ഉന്നയിക്കുന്നത് എന്ന നിലക്ക് നിങ്ങളതിനെ കാണുക. അത് നിങ്ങൾ കൊണ്ടുപോയിക്കും. ഇത് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മുടെ ഈ നാടിന് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും. ഇനിയൊരു ഗവൺമെൻറ് വന്നാൽ ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇതത്ര വലിയ മാഫിയ സംഘങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഇല്ലാത്ത ജനാധിപത്യത്തിലെ സംവിധാനം എന്ന് പറയുന്നത് എന്താ? ഒന്ന് പോലീസാണ്, വേറൊന്ന് മിലിറ്ററിയാണ്. ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസർ ന്യായമായിട്ടുള്ളൊരു കേസിന് ഒരു നികുതി ഷീട്ട് കൊടുത്തില്ല, അവിടെ പാർട്ടി പ്രവർത്തകർ, ജനങ്ങൾ, പൊതുപ്രവർത്തകർ ഇടപെടില്ല. എന്താണ് വില്ലേജ് ഓഫീസറെ നിങ്ങളെ കൊടുക്കാത്തെന്ന് ചോദിക്കില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര ആൾ പോകും? എത്ര ആൾ പോകും? അവിടെ പോയി 2 ശബ്ദം ഇട്ടാൽ എന്താ സ്ഥിതി? അവിടെ ഔദ്യോഗിക കൃത്യവേണം നടപ്പിലാക്കിയാന്ന് ആ വാതിലിട്ട് തുറക്കുന്നതാണ്. ഏത് വാതിൽ? മറ്റേ കമ്പിട്ട വാതിലില്ലേ? അതിനുള്ളിൽ കിടക്കും, ട്രൗസർ ഊരിയാടെ നിർത്തും. എത്ര ആൾ പോകും? ഈ തമ്മാടിത്തം ഇവിടെ നടക്കുന്നതിന്റെ കാരണം ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വഴിയില്ലാത്തതുകൊണ്ടാണ്. പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാത്തോടത്തോളം കാലം ഈ അരാജകത്വം ഇവിടെ തുടങ്ങും. ഉദ്യോഗസ്ഥ ഈ പറയുന്ന സ്വജനപക്ഷപാതം ഉണ്ടാവും. നീതി ഇവിടെ നടപ്പിലാവില്ല. വളരെ അപൂർവ ആളുകൾക്ക് നീതി നടപ്പാക്കാൻ സാധിക്കൂ. പോലീസ് സ്റ്റേഷനുകൾ ഈ പറയുന്ന ഒരു ക്രിമിനൽ സംഘങ്ങളുടെ കയ്യിലേക്ക്, അത് നയിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുത്താൽ ഈ പുതിയ തലമുറ കയറി വരുന്ന പോലീസുകാർ എന്താ കാണുന്നത്? ഈ സാജൻസ് കരയിൽ നിന്ന് കാശ് വാങ്ങിയവൻ, ഈ രാജ്യദ്രോഹിയിൽ നിന്ന് കാശ് വാങ്ങിയവൻ ഈ സേനയെ നയിച്ചാൽ ഇതൊക്കെ താഴെയുള്ളവർക്ക് അറിയില്ലേ? ഈ കോക്കസിൽ അറിയില്ലേ? ഞാനിപ്പോൾ രാവിലെ 8 മണിക്ക് എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഒരു IPS ഓഫീസറെ കണ്ടിട്ടാണ് വരുന്നത്. എന്തെല്ലാം ഇൻഫർമേഷൻ, എന്തെല്ലാം ഇൻഫർമേഷൻ. എന്നെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തവർ പല വഴിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നു. എന്തെല്ലാം ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് നിർത്തണോ? ഞാനിത് ആകാശം ഇടിഞ്ഞു വിടാൻ നിർത്തില്ല. അല്ല, ശശിധരൻ വേറൊരു രീതിയാണ്. ശശിധരൻ യഥാർത്ഥത്തിൽ ഈ ഫോൺ കോളിൽ നിങ്ങൾക്ക് കേൾക്കാം. സുജിത് ദാസ് പറയുന്നത് എന്താ പറയുന്നത്? ശശിധരൻ അങ്ങനെ മണ്ണും കല്ലും പിടിച്ച് അങ്ങനെ ഓടട്ടെ. DGPയുടെ എല്ലാ കൊട്ടേഷനും നടത്തി കൊടുക്കാനാണ് അവൻ മണ്ണിന്റെ പിന്നിൽ പോകുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിൽ സുജിത് ദാസ് പറയുന്നുണ്ട്. ഈ കോളാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഈ കോളുകൊണ്ട് ഞാനൊക്കെ കൺഫ്യൂസ്ഡാണ്. സുജിത് ദാസ് പറയുന്നുണ്ട് ഈ MR അജിത് കുമാർ കൊല്ലണ്ടി വന്നാൽ കൊല്ലും, പിന്നെന്താ കൊല്ലിക്കുന്നു ഇത് പറയുന്നുണ്ട്. ഇതിലാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് പണിയുണ്ട്, ഇനിയും വരുന്നുണ്ട് സാധനം. ആരാ പറയുന്നത്? ഒരു IPS ഓഫീസർ, കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസർ പറയാം അയാൾ കൊല്ലും ചെയ്യും, കൊല്ലിക്കും ചെയ്യും കേട്ടോ. ആ വാക്കിൽ ചെറിയ ഒന്ന് കൊല്ലും എന്നുള്ളത് ക്ലിയറാ. രണ്ടാമത്തെ വാക്ക് എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല.
പാർട്ട് ഓഫ് ദാറ്റ്. ഞാൻ മിനിയാന്ന് ആരെ പത്രക്കാർ ചോദിച്ചു, സുദീപ് ദാസിക്ക് ഈ സ്വർണ്ണക്കേസിൽ പൈസ ഉണ്ടായി? ഞാൻ എനിക്കറിയില്ല, ആ കാര്യം എനിക്കന്ന് അറിയില്ലായിരുന്നു. കുറേ ഇൻഫർമേഷൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കിട്ടിയത് രണ്ടും കൂടി മാച്ച് ആവുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് മിനിയാന്ന് രാത്രിയോട് കൂടിയിട്ട് ക്ലിയർ പ്രൂഫ് എവിഡൻസ് കസ്റ്റംസ് നിന്ന് ഇവർ ട്രാൻസ്ഫർ ചെയ്ത വാട്സാപ്പ് മെസ്സേജുകൾ കസ്റ്റംസ് ഓഫീസേഴ്സ് വരാം. നമുക്കതേക്ക് അടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ ഒരു പരാതി പട്ടികയിൽ ചോദിച്ചപ്പം പറഞ്ഞല്ലോ, ശശി എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതാവും പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറയുമ്പോൾ പാർട്ടിയിൽ പരാതിയായി, പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പരാതിയായി. അദ്ദേഹത്തിനെതിരെ ഞാൻ ആർക്കെതിരല്ല, ഞാൻ ജനങ്ങളോട് എനിക്ക് കിട്ടിയ അറിവ് പങ്കെടുക്കുക, ആർക്കും എതിരല്ല. എന്നെ സഹായിക്കാമെന്ന് ബഹുഭൂരിപക്ഷം, അതായത് IPS റാങ്കിലെ ഒരു അക്കോർഡിംഗ് ടു മീ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 70% ആളുകൾ ഇത് പുറത്തു വിടണം. അതിന് താഴെ 99.9%. ഈ ആ 0% എന്ന് പറയുന്നത് ഈ ഡാൻസ് ഓഫ് പോലത്തുള്ള ഇവരുടെ ഈ ക്രിമിനൽ സംഘം മാത്രമാണ്, മാത്രമേ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. വളരെ പ്രയാസമാണ്. ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമാവില്ല. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രിക്ക് തന്നെ സമർപ്പിക്കും, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ ഡിമാൻഡ് അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ പോലീസിൽ ഏറ്റവും എന്താ പറയുക ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് വിശ്വസ്തരായ ഈ നാടിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള IPS ഓഫീസർമാർ, പോലീസുകാർ, DYSമാർ, CAമാർ, SIമാർ കൂടുന്ന ഒരു കൃത്യമായ സംഘത്തെ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മോണിറ്ററിംഗിൽ ഈ അന്വേഷണം നടത്തണമെന്നില്ല അപേക്ഷ കൊടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. അയാള് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞോ, ഞാൻ മനസ്സിലാക്കിയ എന്റെ മുഖ്യമന്ത്രി അയാള് അങ്ങേയറ്റം സത്യസന്ധമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങേയറ്റം. അയാളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും കൂടി പറഞ്ഞ പാർട്ടിക്ക് മുകളിൽ ഓ എന്താ ചോദ്യം? ഏത് ചോദ്യത്തിന്റെ ഉത്തരം? അല്ല നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ചോദ്യം എന്താ? ഈ പത്രസമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കും, ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പത്രക്കാരൻ ചോദിക്കുന്നു, PV അൻവർ പാർട്ടിക്ക് മുകളിലേക്ക് വളരുന്നോ? എന്താ മൂപ്പര് പറയാം? വളരുന്നുണ്ടെന്നോ? ആണോ? ഇറ്റ്സ് എ കോമൺ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ കോമൺ ആൻസർ. പാർട്ടിക്ക് മുകളിൽ ആരും വളരൂല, അതിങ്ങനെ അങ്ങോട്ട് വളക്കുക. ആ വളവ് എൻ്റെ അടുത്ത് നിങ്ങൾ വളച്ചോ, അത് ഞാൻ നീർത്തും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തും ചോദിക്കാട്ടോ. യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ സംവിധാനം തന്നെ ഒരുക്കിയിട്ടില്ലേ? അത് നമുക്ക് ഓടിയൊന്ന് കേൾക്കാം. അപ്പൊ നമുക്ക് ചിലതൊക്കെ ചോദിക്കണ്ടാവും. അയ്യോ, എനിക്ക് ആ പാർട്ടിനെ പറ്റിയ ഒന്നും അറിയില്ല. കോൺഗ്രസിലെ പവർ ഗ്രൂപ്പ് അല്ലേ? എന്റെ അമ്മച്ചിയെ, ഇതൊക്കെ നടക്കും. അപ്പൊ നമുക്കിത് വെക്കാം അല്ലേ? പറയാം. ഇത് മാറിപ്പോയാലും പ്രശ്നമാണ്. പുറത്തിറങ്ങിയത് എങ്ങനെയാണല്ലോ? പുറത്തിറങ്ങിയത് എങ്ങനെയാണല്ലോ? തിരക്കോട് തിരക്ക്. പിന്നെ ഈ ആളുകളിൽ നിന്ന് വണ്ടിയിൽ നിന്നൊന്നും സുജിത്താസാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ. ശരിക്കും നമ്മളെ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അവന്റെ മരണകാരണം എന്താ? അതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ MDMA 2 കവർ ഈ ചെറുക്കം വിഴുങ്ങിയിരുന്നു. അപ്പം ഈ കവർ അടുത്തിടുന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി. അപ്പൊ ഈ
ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാണ്. ഇത് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ കയറും. ഈ ഫുഡിന്റെ അകത്ത് കൂടെ ഈ സാധനത്തിൽ പോയിട്ട് ഇതിലൊക്കെ നേഴ്സൊക്കെ അപ്പം ഈ ധമനികൾ എടുത്തിട്ട് ഹൃദയത്തിലെത്തിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രവർത്തനം നടക്കും. പിന്നെ ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന് 90% ധമനികൾ ബ്ലോക്ക് ആയിരുന്നു. അതായത് 90% ബ്ലോക്ക് അടി കൊടുത്താൽ തീരും. ആ രീതിക്കാണ് അവർക്ക്. അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടാവുമല്ലോ. ഹലോ, അതെ, കോള് കയറുന്നതാണ്. വാട്സാപ്പിൽ വിളിക്കുമ്പോൾ പ്രശ്നം അതാണല്ലോ. അപ്പൊ പല്ല് മുഴുവൻ ദ്രവിച്ചു പോയി. അതായിരുന്നു അവന്റെ അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ഒരാള് കിട്ടി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ. കാരണം ഇവരൊന്നും ചെയ്തുമില്ല. ഇവൻ ഈ വണ്ടി കിടന്ന് ഈ ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് മുമ്പോട്ടും പുറകോട്ടും കിടന്ന് ഇടിക്കുന്നുണ്ട്, കാലിൽ കടിക്കുന്നുണ്ട്. അപ്പൊ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിലൻ സ്വഭാവം ഉണ്ടല്ലോ, അതാണ് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല. അപ്പൊ ഇവരാരോടും പറഞ്ഞുമില്ല. അപ്പം ഇവര് ഒരു ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു 4 മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ ബോധമില്ലാതെ ഇരിക്കുന്ന പോലീസുകാരെ അപ്പൊ അത് അറിഞ്ഞില്ല. ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത്. അപ്പം വരാനുള്ളത് വഴി തന്നില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. അപ്പൊ നമ്മുടെ നല്ല കാലവും കഷ്ടകാലം. അപ്പൊ എന്തായാലും നമ്മൾ സെൽഫിഷായി മാറുന്നൊന്നുമില്ല. ഞങ്ങൾ ആ സമയത്ത് ടോമിൻ തച്ചങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ, തിരുവനന്തപുരത്ത്. അപ്പൊ ഞാനും എന്റെ ഒരു ഷഹൻഷാ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരൻ പയ്യനുണ്ട്. അവൻ 21 ബാച്ചാ. അവൻ താനൂർ SHO ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കുക. അപ്പൊ അവന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് കേസിൽ പ്രതിയായി പോയനെ. അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം. അവനും അന്ന് ആ തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ തലശ്ശേരി ASP ആയി. ജനുവരി 1 SP ആവും. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തില്? ഹലോ, പോലീസുകാര് ബുക്ക് ചെയ്ത കേസിൽപ്പെട്ട ഹലോ, അവർക്കെല്ലാം ജാമ്യം കിട്ടി. അതെന്താണ് ചാർജ് ഷീറ്റിൽ അവര് സിറ്റുവേഷൻ എന്താണ്? ചാർജ് ഷീറ്റ് ആയിട്ടില്ല. അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ്. കുടുങ്ങാതെ, കാരണം ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു മനഃപൂർവ്വമായിട്ട് ഒരു കുറ്റം ചെയ്യണം എന്നുള്ള ഉദ്ദേശം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭാഷയിൽ മെൻസ്രിയ എന്ന് പറയും. അത് ഉള്ളപ്പോഴാണല്ലോ ശരിക്കും ഒരു കുറ്റവാളിയാകുന്നത്. ഇത് MDMA ഉപയോഗിച്ച ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഉദ്ദേശമല്ലാതെ ഇവനെ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശമില്ല. നമ്മൾ ഇടുക്കിയില് കൂട്ടക്കാലം മറ്റേ ഉരുട്ടിക്കൊല്ലയിട്ട് നോക്കുമ്പോ 4 ദിവസമൊക്കെ വെച്ച് അടി കൊടുത്ത് ശരീരത്തിന്റെ സകലമാന ഭാഗവും ചതച്ച് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള സാധനമാണ് ഇത്. അങ്ങനെ ഒരു സാധനമേ അല്ലല്ലോ. ഇതിൽ ഇന്റൻഷൻ ഇല്ലല്ലോ. ഇതിൽ MDMA ഉള്ളവരെ പിടിച്ചു. ഇവൻ വിഴുങ്ങിയിട്ടുള്ള കാര്യം കൂടെ നിൽക്കുന്നവനും അറിയത്തില്ല, പിടിച്ച പോലീസുകാർക്കും അറിയത്തില്ല. അപ്പോഴുണ്ടാകുന്ന ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു ജീവൻ പോയാൽ എന്തായാലും ജീവൻ പോയി. അതിനിപ്പോ വേറെ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. പോസ്റ്റ്മോർട്ടത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്. അതുണ്ട്. അത് ഇവർക്ക് ഫേവറബിൾ ആവുമല്ലോ അല്ലെ? പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകര് ഒരു മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശം ഇല്ലാതെ, എന്നാൽ ആ ഒരു അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ അവര് പോയി 90 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അതെ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ബാക്കി നമ്മള് എന്തായാലും നോക്കണം. ഇപ്പൊ നമ്മുടെ വിഷയം ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒറ്റക്കത്തിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നല്ലേ. ഇന്ന് വന്ന സജഷൻ എന്താ വെച്ചാല്, ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു, എന്നോട് പറഞ്ഞ കാര്യങ്ങളും. അവർക്കും ഏകദേശമൊക്കെ അറിയാൻ തോന്നുന്നു, എനിക്കറിയില്ല. എല്ലാവർക്കും അറിയാലോ. അപ്പോ ഇതില് നമുക്ക് കിട്ടേണ്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടില്ല. ഈ എന്താ പറയാ, മറ്റേ സിനിമാ കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പൊളിറ്റിക്കൽ ഡിസ്കഷനും പ്രശ്നങ്ങളുമാണ്. അപ്പൊ നാളെ ഒരു ഫൈനൽ ഡിസിഷൻ കൂടി ആലോചിച്ചെടുക്കുക എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്.
ഞാൻ വീണ്ടും ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ MLA ചോദിക്കുകയാണ്. ഞാൻ എന്റെ ഒരു 5 മിനിറ്റ് ഒന്ന് കേൾക്കണം. എന്റെ മാനസികാവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പൊ അനിൽമാഷിന് ഫുൾ ഇൻ ആൻഡ് ഔട്ട് അറിയുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻസിന്റെ ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ August 1 തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഈ കസ്റ്റഡിയുടെ കാരണം. അപ്പം ഞാൻ ആകെ ഒരു തകർന്ന് തരിപ്പണമായിരുന്നു. ഞാൻ ഇപ്പൊ എനിക്ക് ആ ജില്ലയിലോട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് പാസ് ചെയ്യാൻ പോലും പേടിയാ. എന്റെ മെന്റൽ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും എനിക്ക് ഞാൻ ഇല്ല എന്ന് പറയുന്നത് എനിക്കൊന്നും തോന്നരുത്. കാരണം എനിക്ക് ഒരു മനസ്സിനുള്ളിൽ ഒരു ഭയം, എന്റെ 1.5 വയസ്സുള്ള കൊച്ചിനെ പോലും എനിക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പം ആ ജില്ലയിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോലും ആരെയും ഭയന്നിട്ടൊന്നുമല്ല, മനസ്സുകൊണ്ട് ഞാൻ തയ്യാറല്ല. അത്രയ്ക്കും എനിക്കൊരു ഡിസ്റ്റർബൻസ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ടോട്ടലി നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ അത്രയും മാറി നിന്ന് ഒരു 8 മാസം കഴിയുമ്പോഴും കഴിഞ്ഞ് ഇപ്പൊ ഒരു 9-10 മാസമായി ഞാൻ അവിടെ പോകുന്നുണ്ട്. വീണ്ടും ഇതിന്റെ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അല്ല, വീണ്ടും വലിച്ചടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി ഇങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടില്ല ലിറ്ററലി പറഞ്ഞാൽ. അതിനകത്ത് മറ്റു വികാരങ്ങളല്ല, എനിക്ക് എത്രത്തോളം MLA മനസ്സിലാക്കുന്ന എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ്. ഇന്ന് ഞാൻ ശരിക്കും ഒരു ജോലിയും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. ഇപ്പം മറ്റൊരു കുറ്റവാളിയായ ഒരു പോലീസുകാരൻ കൊടുക്കുന്ന പരാതിയെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ അത് MLA പോലെ ഒരു വലിയൊരാള് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് എന്റെ ചിന്തകളുടെ പ്രശ്നങ്ങളും എന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളാണ്. അപ്പം MLA അതിന് നമ്മളൊരു 25-30 വർഷമെങ്കിലും എന്നെ പോലെയുള്ളവനെ DIG IG ആയിട്ടൊക്കെ സഹിച്ചേ പറ്റും നിങ്ങളുടെ കീഴില്. അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും MLA എനിക്ക് വേണ്ടി എനിക്കറിയാം ശശിയോട് നിങ്ങളുടെ ഒരു എന്നുള്ള ഒരു രീതിയിൽ ആദ്യത്തെ അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടാവാം. അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ് അത് എന്ന് ഞാൻ MLAയോട് ഒരു കടപ്പാടുണ്ട്. അതായത് ഇന്നലെ എന്നോട് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ കാല് പിടിച്ച് പറയുമ്പോ മാത്രമല്ല ഇത്രയും എന്താ പറയാ ജൂനിയർ ഇനിയും 10-20 വർഷം സർവീസിലൊരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മളായിട്ട് അദ്ദേഹത്തെ കുളത്തിലിറക്കരുതല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ അഭിപ്രായമാണ് അവരും പറയുന്നത്. ഇതിങ്ങനെ ഈ പുകഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതൊരു അന്വേഷണം നടത്തിയതുകൊണ്ട് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രശ്നം തീരുമല്ലോ. അത് അന്വേഷിക്കാനായിട്ട് ഓൾറെഡി ഒരു പരാതി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ശ്രീജിത്ത് എന്ന് പറയാം, അയാൾ ഒരു ലോ പ്രൊഫൈൽ പേഴ്സൺ ആണ്. അയാളുടെ പരാതിയിൽ അത് അന്വേഷിച്ചാൽ അതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നടപടി നടന്നോട്ടെ. പക്ഷെ MLA പോലെ ഒരു സ്റ്റേറ്റ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു MLA ആ പരാതി വരുമ്പോ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന മാനദണ്ഡം മാറിപ്പോവാ. അത് ഒരു ലോ പ്രൊഫൈലിൽ നിന്നും ഒരു ഹൈ പ്രൊഫൈലിലേക്ക് പോവാ. മറ്റേ പരാതിയിൽ അന്വേഷണം എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, അത് അന്വേഷിക്കുന്ന ആൾക്കാർ അന്വേഷിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ MLA പരാതി കൊടുക്കരുത്, അതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. പരാതി നമ്മൾ കൊടുത്തല്ലോ SP. അതൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് അത് വിഡ്രോ ചെയ്തൂടെ? അല്ല, എങ്ങനെ നമ്മളത് വിഡ്രോ ചെയ്യാൻ പറ്റും? നമ്മൾ മെയിൽ ചെയ്തല്ലേ? അത് മെയിൽ ചെയ്താണ്. മെയിൽ പറഞ്ഞ പരാതി തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോലെ തീരില്ലേ? അല്ല, നമ്മളത് പരാതിയിൽ ഇനി ചാടി വീഴാൻ നിൽക്കണ്ട, അതോട് കൃത്യമായി പറയാണ്. MLA ആ പരാതി പിൻവലിച്ചാൽ കൊടുത്ത പരാതിയിൽ എനിക്ക് ഇനി പരാതി ഇല്ല എന്ന് പറഞ്ഞ് ഒരു മെയിൽ കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അങ്ങനെ കൊടുക്കാൻ പറ്റും, എനിക്ക് പൊതുപ്രവർത്തനം നടത്തണ്ടേ, എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇവരുടെ ഈ ക്രിമിനൽസ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇട്ടു. അല്ല, അത് നിങ്ങൾക്ക് മായ്ക്കാൻ കഴിയില്ലേ? നിങ്ങൾക്ക് ഈ സംവിധാനമൊക്കെ ഉള്ളതല്ലേ, SPക്ക് ഇടപെട്ടിട്ട് അത് മായ്ക്കാമല്ലോ. അപ്പോൾ പിന്നെ അതങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. ഞാൻ പിൻവലിച്ചു പറഞ്ഞൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കും. അതുകൊണ്ട് അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, അപ്പം പറഞ്ഞു, നിങ്ങൾക്ക് അവിടുത്തെ സൈബർ സെല്ലിലൊക്കെ പ്രവർത്തിക്കുന്ന പോലീസുകാരൊക്കെ നിങ്ങളെ ആളുകൾ തന്നെയല്ലേ, അവരോട് പറഞ്ഞാൽ പോലെ. അല്ല, അത് ഒരിക്കലും നടക്കില്ല, ആ സിസ്റ്റത്തിലുണ്ട്, നടക്കില്ല ആ വരുന്നത്. അപ്പം MLA ഇത് മായ്ക്കാൻ പറഞ്ഞു എന്ന് പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് അത് പറയുന്നത്. ഞാൻ ഈ ഒരു ഉദ്ദേശത്തിലാണ് അങ്ങനെ ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന് പുട്ടപ്പ് ചെയ്യണത്. നമ്മൾ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് പുറത്തിറങ്ങിയാൽ അത് വളരെ മോശമല്ലേ? നമ്മളൊരു സിസ്റ്റത്തിൽ കിടക്കില്ല. SP നേരിട്ടല്ലല്ലോ ഹാൻഡിൽ ചെയ്യുക, അവിടെ ഓഫീസിൽ വരുന്ന സ്റ്റാഫല്ലേ ഇത് ഹാൻഡിൽ ചെയ്യുക. നമുക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് മായ്ക്കാൻ എന്താ മാർഗം? ഞാനിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് SP കൊടുത്ത പരാതി അവിടുത്തെ ക്യാമ്പ് ഓഫീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അത് അതിന്റെ പുറത്തേക്ക് ഒരാളും അത് അറിയാനും പോണില്ല. അപ്പം മേൽ പറഞ്ഞ പരാതി തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അൽമാഷ് പോലും എന്റെ അടുത്ത് പറഞ്ഞ അങ്ങനെ കേട്ടോ, MLAയോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും അങ്ങനെ എന്റെ അദ്ദേഹം പറഞ്ഞത്. ഞാനത് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം അങ്ങനെ ചെയ്യാന്ന് തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞാണ്, വേറെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തമ്മിൽ എത്രത്തോളം ആത്മബന്ധം ഉണ്ടോ അത്രയും പോലും ഇല്ലെങ്കിൽ പോലും ഒരു സഹോദരി ബന്ധം ഉള്ളതുകൊണ്ടാണ് എന്റെ അടുത്ത് ആ ഫ്രീഡത്തിൽ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോ ഇതിൽ ഇലക്കും മുള്ളിനും കേടില്ലാതെ ഈ വിഷയം ഇപ്പൊ ആ കൊടുത്ത മെയില്, ആ മെയിലിൽ നിന്ന്
അത് ഡിലീറ്റ് ചെയ്യാൻ എന്താ മാർഗം? അതിന് വേറെ വഴിയില്ല. അത് ഓൾറെഡി അത് പ്രിന്റ് എടുത്തു ഈ ശശിനെ കാണിച്ചിട്ടുണ്ട് അവര്. അയാൾ അവിടെ ഇല്ല, അയാൾ 2 ദിവസം ലീവാണ്. അപ്പൊ അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല അത് ഓക്കെ, ശശിയല്ല ഇപ്പൊ അറിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പോലീസുകാരൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്ത് നമുക്ക്? അല്ല, ഞാൻ നേരിട്ട് അവരോട് ആരോട് സംസാരിച്ചിട്ടില്ല. ഈ ശശി ഇത് അറിഞ്ഞപ്പോ ശശി ഇത് DIG-നെ അറിയിച്ചു. അപ്പൊ DIG ആണ് എന്നെ വിളിച്ചറിഞ്ഞ സുഹൃത്തെ ഇങ്ങനെ അൻവർ MLA സാർ എന്താ ഇങ്ങനെ നീയോട്ട് നല്ല ബന്ധമല്ലേ, എന്താ ഇപ്പൊ സാർ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ആവശ്യം ഇല്ലാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞു എന്നോട് ഒരു ദേഷ്യമില്ല, 3 വർഷം ഞാൻ നല്ല ബന്ധം തന്നെയായിരുന്നു, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. അപ്പൊ എന്നോട് അങ്ങനെ അദ്ദേഹത്തിന് തോന്നിട്ട് കാര്യമില്ലായിരുന്നു. ശശിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം, പക്ഷെ അല്ലാതെ എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു വികാരം അദ്ദേഹത്തിന് ഇല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുകയോ മറ്റോ ചെയ്യൂ, ഇങ്ങനെ അത് സാറൊക്കെ അത് ഏറ്റെടുത്തു കഴിഞ്ഞാല് അത് അനാവശ്യമായിട്ട് നിന്റെ അനാവശ്യമായൊരു കോൺട്രവേഴ്സിയാണ്. മീൻസ് സാർ അതൊരിക്കലും മറ്റു പരാതി നടന്നു പോകട്ടെ, പക്ഷെ സാർ ഒരിക്കലും അത് വന്നു കഴിഞ്ഞാല് അത് മറ്റൊരു ഹൈ പ്രൊഫൈലിലേക്ക് അത് വെറുതെ പോകും. അപ്പം അത് നീ സാറിനോട് സംസാരിക്കുന്നു പറഞ്ഞു. അന്വേഷിക്കുന്നപ്പോ നമ്മളെ DIG അല്ലേ കോഴിക്കോട്? അല്ല, തൃശ്ശൂര്. പുള്ളിയാണ് ഇപ്പൊ അന്വേഷിച്ചോണ്ട്. അതെ, ഈ എനിക്ക് വേണ്ടി ഒന്നും നിങ്ങളൊന്ന് ഇത് ചെയ്യുക. അല്ല, തൃശ്ശൂർ DIG-നെ സുനിത് എസ്പിക്ക് മാനേജ് ചെയ്യാൻ പറ്റൂലേ? ഇല്ല, അവരൊക്കെ ട്രാൻസ്ഫർ ആയി പോവാണേ. നാളെ അവർ റിലീവ് ചെയ്യാണ്. അല്ല, ഇപ്പൊ അടുത്ത ആള് വന്നാലും നിങ്ങളെ ഗ്രൂപ്പ് അങ്ങനെ മാനേജ് ചെയ്യാനല്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് ഒറ്റ റിക്വസ്റ്റ് MLA-യോടുള്ളൂ. MLA കൊടുത്ത പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. അത് എന്റെ പേഴ്സണൽ റിക്വസ്റ്റാ. അല്ല, പറയുന്നത് ഇറ്റ്സ് ഓക്കെ. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പരാതി അവിടെ ഈ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ എന്താ മാർഗം? നമ്മൾ പരാതി അതിന് ഒരു വഴിയില്ല. MLA ഇങ്ങനെ ഒരു പരാതി കൊടുത്താൽ അതിന് അടുത്തതിന് കണക്റ്റിംഗ് മെയിലായിട്ട് ഈ പരാതി തുടരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയക്കുന്നതല്ലാതെ വേറെ ഒരു വഴിയില്ല. അല്ലെങ്കിൽ MLA-യോട് അങ്ങോട്ട് പറയത്തില്ലേ ഒരു സ്മാർട്ടായിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന്? ഒരു കാര്യത്തിന് എനിക്ക് എന്റെ സമാധാനത്തിന് ഇങ്ങനെ ഇതൊന്നും ചെയ്യും പ്ലീസ്. ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. എന്നോട് നാളെ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ അല്ലെങ്കിൽ അവൻ എന്നോട് മുഴുവൻ ശത്രുത. അത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കണം അറിയില്ല. അൽമാഷോട് ചോദിച്ചറിയാം. അവൻ എന്റെ ഒപ്പം ഈ ശശിക്ക് നമ്മൾ തമ്മിൽ ഒരിക്കൽ പോലും ഫോണിൽ സംസാരിക്കാത്ത ആളാ. അത് നിങ്ങൾ പറഞ്ഞ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. അതായത് അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് ഈ പഴയ സ്കൂളുകളിൽ 1ാം റാങ്ക് എത്തേണ്ട ആൾക്കാരില്ല 50 മേടിക്കാനായിട്ട്. അപ്പൊ അവരുടെ ഒരു വിചാരം അടുത്തവന് 50-49 കിട്ടാവുള്ളൂ, എനിക്ക് മാത്രമേ 50 കിട്ടാവുള്ളൂ. ഈ പഴയ സ്കൂളിലെ കുതിരിപ്പ് ആൾക്കാരില്ലേ, അവൻ അങ്ങനത്തെ ഒരുത്തനാ. ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്തതിനേക്കാളും കേസെടുക്കണം, എഫ്ഐആർ എന്ന് വർഷം കൊണ്ട് വിവിധ മേഖലകളിൽ പോലീസിംഗ് ചെയ്ത് വെച്ചതിനൊപ്പം ഈ 57-58 വയസ്സുള്ളവന് ഓടിയെത്തത്തില്ല. കാരണം എന്റെ വയസ്സൊന്ന് 31 ഉള്ളൂ, ഇവന് 57 അതിന്റെ ഒരു വ്യത്യാസമാണല്ലോ. അപ്പൊ ഇവനെന്തുവായി? അപ്പം ഈ ചെയ്ത് വെച്ചവൻ ചെയ്തതെല്ലാം മോശമാണെന്നുള്ള സാധനത്തിൽ സംസാരിച്ചില്ല. അപ്പൊ ഇവൻ കൂടെയുള്ള പോലീസുകാരോടും SI-മാരോടും CA-മാരോടും DYSP-മാരോടും എല്ലാം എന്റെ കുറ്റം പറയുക. മുകളിലോട്ടുള്ള ഇവന്റെ അടുപ്പക്കാരോടും വിളിച്ചു പറയും, ഇവന്റെ ബാച്ചുകാരോടും വിളിച്ചു പറയാം. അയാൾ ചെയ്ത് ശരിയല്ല, ഞാനാണ് ഇപ്പൊ ചെയ്തത്, ഞാനാണ് ഇപ്പൊ മണ്ണ് പിടിക്കുന്നത്, ഞാനാണ് കല്ല് പിടിക്കുന്നത്, അയാളൊന്നും പിടിച്ചില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മോശമാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അയാളുടെ അടുത്താണ് ഈ സാധനം കിട്ടിയിരിക്കണേ. MLA ഉദ്ദേശിക്കുന്നത് അതേപോലെ ഒരു 4-5 ദിവസം മുമ്പ് ഒരാളോട് പറഞ്ഞതേ കണ്ടില്ലേ, വയനാട്ടില് ഉരുൾപൊട്ടലുണ്ടായി. ഞാൻ മലപ്പുറത്തുള്ളതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഇവിടെ ഇല്ലാതെ ഇരുന്നത്. ഞാൻ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അത് ഇങ്ങനെ എന്താ പറഞ്ഞ ഈ ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്നോ അല്ലെങ്കിൽ ഈ പൊട്ടനോ എങ്ങനെ വേണേലും ഇതിനെ വിളിക്കാം. പക്ഷെ ഇവന്റെ ആകെ ബലം എന്ന് പറഞ്ഞത് ADG എല്ലാന്റെ MR അജിത് കുമാർ സാറെ സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ഇവന് വേറെ ഒരു ബലവും ഒരു തേങ്ങയില്ല. അപ്പൊ അങ്ങേര് ശക്തനായി നിൽക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇവനെ ഇങ്ങനെ നിന്ന് പോകണം. അല്ലെ ഇവനെ എന്നേ ആൾക്കാർ ഓടിച്ചത്. ഇവനെ പാലക്കാട് ജില്ലയിൽ അവിടുത്തെ പോലീസുകാർ കേട്ടിട്ടില്ലായിരുന്നു DYSP വരെ, ഇവൻ APS SP ആയിട്ട് വരെ. കൺഫേർഡ് SP എന്ന നിലക്കിലെ ഈഗോ അദ്ദേഹത്തിന് നല്ലോണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് IPS-കാരെ മുഴുവൻ കുറ്റം പറയുക. സത്യത്തിൽ ഇതിന്റെ അകത്ത് ഈ IPS അസോസിയേഷനെ പറ്റിയ പാകപ്പിഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇവന് ശരിക്കും ഡയറക്റ്റ് IPS-കാരെ ഇഷ്ടമല്ല. കാരണം ആ പ്രൊമോട്ടിയുടേതായിട്ടുള്ള അസോസിയേഷൻ IPS അസോസിയേഷൻ ഇങ്ങനെ ഒരു പരാതി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത്
ഈ MLA യുടെ ഒരു ബൈറ്റിന്റെ ഒരു ചെറിയ ഭാഗം ഇവര് തെറ്റിദ്ധരിച്ചു. അതായത് ഒരു ചെറിയ ഭാഗത്തിൽ എങ്ങാണ്ട് ഈ IPSകാരെന്ന് പറഞ്ഞ എന്തോ ഒരു ജനറൽ ആക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തോ ഒരു സാധനം പക്ഷേ ഈ കേൾക്കുന്നവൻ പറയുന്ന ആളുടെ ഉദ്ദേശമല്ലല്ലോ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത്. അപ്പൊ ഇവർക്ക് അങ്ങനെ തോന്നി. അതിന്റെ പേരിൽ കുറച്ച് ആൾക്കാര് മറ്റേ ഈ എന്താ കാള പറ്റുന്ന കെട്ടപ്പോഴെ കയറെടുത്തിറങ്ങി. എന്നിട്ട് ആ റെസൊല്യൂഷനും പാസ്സാക്കി, നാണവും കെട്ടു, MLA മാപ്പ് വിട്ടു. ഇപ്പം പുറത്തിറങ്ങി തുണിയിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. KPA അസോസിയേഷൻ തിരിച്ചും പറഞ്ഞു. നാറി നാറ്റക്കേസായിട്ടിരിക്കും. ഒരാവശ്യമില്ലായിരുന്നു ഒരു പ്രൊമോട്ടിക്ക് വേണ്ടി രക്ഷിക്കുന്നത്. കാരണം ഈ പ്രൊമോട്ടിമാർക്ക് ഡയറക്റ്റ് IPSകാരുമായിട്ട് യാതൊരു താല്പര്യമില്ല. എസ്പെഷ്യലി ഇവന്. കാരണം ഇവന് ഈ ഭയങ്കര ഞാനാണ് ഒന്നിറങ്ങിയാരൻ, ഞാൻ മറ്റേ ചായ പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നാട്ടുകാരെ പറ്റി നടക്കല്ലേ. അതിപ്പോ പുള്ളി SP നിങ്ങൾ ഇവിടെ 3 വർഷം വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായ പെർഫോമൻസിന്റെ മേലെ പോകണം. അതിലേറെ FIR വേണം, അതിലേറെ പെറ്റി കേസ് വേണം, അതിലേറെ മണ്ണ് പിടിക്കണം. ഞാൻ 84 ബെഞ്ച് മാർക്കില് ബേസിക് പോലീസിംഗ് ചെയ്തു വെച്ചേ. ഇവൻ അതല്ലാതെ ആകെ FIR കൂട്ടാനും മണ്ണുവണ്ടി പിടിക്കാനായിട്ടും ഞാനത് വളരെ കൃത്യമായി എന്റെ നയം വളരെ വ്യക്തമായിരുന്നു. കരിങ്കൽ കാറിക്ക് നയം വളരെ വ്യക്തമാണ്. കൃത്യമായി ലൈസൻസിങ് ഉണ്ട്. അതിന് ലൈസൻസ് ഇല്ലാത്തതിനെ നോക്കുക. ചെങ്കലിന് നമുക്ക് നെല്ലും പതിരും വേർപെടുത്താൻ പറ്റില്ല. കാരണം ജില്ലയിൽ ആകെ ലൈസൻസ് ഉള്ള പണ്ടുകാലത്ത് ഏതോ ഒരു ഒരെണ്ണമാണ്. വേറെ ആർക്കും ലൈസൻസ് ഇല്ല. നെല്ലും പതിരും വേർപിടിക്കാനേ വരത്തുള്ളൂ. മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് താഴെയുള്ളവർ മരിച്ചു പോകും. അല്ലെങ്കിൽ ഒരാളുടെ പറമ്പിൽ ഗുണ്ടായിസം കാണിച്ച് കേറി ഒരു പ്രൊമോഷനില്ലാതെ കേറി വെട്ടുക. അത് നാട്ടുകാർക്ക് ഭയങ്കരമായ പരാതി. വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞങ്ങളുടെ വീട് നശിക്കുന്നു പറയുന്നവര്. അങ്ങനെയുള്ള പരാതികളെ SB വെരിഫൈ ചെയ്ത് നന്മയുണ്ടെങ്കിൽ നടപടി. ഇല്ല, ഞാനൊരു കോളിലാണ്, വാട്സാപ്പിലാണ് സാർ. വേറെ കോള് കയറിയത്. ഹലോ, ഹലോ, കോള് വന്നു. ഞാനത് റിജക്ട് ചെയ്തപ്പോ ആക്സെപ്റ്റ് ബട്ടൺ ആയിപ്പോയി. അപ്പം ഞാനത് നെല്ലും പതിരും വേർതിരിച്ച് പിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മണ്ണാണെങ്കിൽ ലൈഫ് മിഷനിൽ പോകുന്ന ഒരൊറ്റ വണ്ടി പിടിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭ്രാന്താണ്. അത് നിങ്ങൾ മാറ്റാത്തത് എന്റെ കുറ്റമല്ല. അല്ല, അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. SP അതായത് അമരമ്പലം പഞ്ചായത്തില് 827 വീടോ എന്തോണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമ്മൾ പണം വെച്ചത്. സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ വീട് ഉള്ളതിന് സ്റ്റേറ്റിന്റെ അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് എന്നാലും വീട്ടില്. അവിടെ ആ മുറ്റത്തുനിന്ന് മണ്ണിടാൻ സമ്മതിക്കില്ലെന്ന്. എന്നിട്ട് ഞാൻ തലക്കസുഖം. ഞാൻ അതിന് എന്താ പറയുക, ഒരു പോലീസ് ഒരു SP ഇരുന്നിട്ട് ഇങ്ങനെ ചാടിക്കുമ്പോ അതിന് തലക്കസുഖം എന്നല്ലാതെ ഞാൻ അതിനെ കുറച്ച് എന്താ അതിന് മിനിമം പറയാനുള്ള പറ്റും. അവിടെ അല്ല, ആ ഒരു ഫൈറ്റിലല്ലേ തുടങ്ങിയത്. ഞാൻ പിന്നെ പാർക്കിലെ കേസ് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരാളെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുമ്പോ എന്റെ അനുഭവം എനിക്ക് പറയാലോ. അതെ 8 മാസമായി. ഒറ്റ കാര്യമുള്ളൂ, എനിക്കറിയത്തില്ല നിങ്ങൾ ADG ലോ ആൻഡ് ഓർഡറുമായിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. അങ്ങനെയാണ് ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ കേരള പോലീസിലെ ഒരു വ്യക്തി MR രജികുമാർ. പണ്ടുകാലത്തെ പരിചയമുള്ള ആളായിരിക്കും. അയാളെന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. അല്ല, MRന്റെ കാര്യം SPക്ക് അറിയില്ലേ? ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സാജൻ സ്കറിയന്റെ കാര്യം. സർവശക്തനാണല്ലോ. അല്ല, അതായിക്കോട്ടെ. അത് അതിലേറെ വലിയ സർവശക്തൻ മോളിലുണ്ടല്ലോ, നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതിനപ്പുറം ആരുമില്ലല്ലോ. അതായത് ഈ സാജൻ സ്കറിയയുടെ കേസിൽ, മറുനാടൻ മലയാളിയുടെ കേസിൽ ഇപ്പൊ ഞാൻ അന്ന് സംസാരിച്ചല്ലോ. അതിൽ എന്താണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ആക്ടില് 2000 കമ്മ്യൂണിക്കേഷൻ ആക്ടില് ഈ പറയുന്ന 66F അട്രാക്ട് ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പോലീസ് ചോദിച്ചിട്ട് അത് വന്നു കഴിഞ്ഞാൽ അത് ടെററിസാണ്. 14 കൊല്ലത്തെ ഇംപ്രീസ്മെന്റ് ആണ്, ജാമ്യമില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. അപ്പോ ഈ വിഷയം വന്നപ്പോ ഈ ചങ്ങാതിക്ക് നല്ല വരുമാനം ഉണ്ടല്ലോ. ഞാൻ കേട്ട വിവരാണ്, കേട്ടതല്ല. അത് ഓൾമോസ്റ്റ് നമ്മൾ SPക്ക് അറിയുന്നുണ്ടാവും. ഈ സാജൻ സ്കറിയയുടെ ആളുകൾ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് 2 കോടി രൂപയാണ് ഓഫർ ചെയ്തത്. MR അജിത് കുമാർ, നിങ്ങളത് കേട്ടിട്ടില്ലേ? ഇപ്പൊ അതിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 1.5 കോടി, ആദ്യം 1 കോടി കൊടുത്തു, പിന്നെ 50 ലക്ഷം കൊടുത്തു. ഇപ്പൊ ആ 50 ലക്ഷം 3 മാസം സമയം പറഞ്ഞതായിരുന്നു. അതിപ്പം 6 മാസമായി, 8 മാസമായി, 10 മാസമായി ആ പൈസ അവൻ കൊടുത്തിട്ടില്ല.
ആ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് എസ്പിക്ക് അറിയോ? അതെനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ സ്വന്തം ആളാണല്ലോ. അല്ല, അതൊന്നും ഇപ്പൊ ശശി സാറൊന്നും ഇപ്പൊ ഈ പൈസ വാങ്ങുന്ന അറിയില്ലല്ലോ. ഇങ്ങനെ അതറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഈ MRന്റെ മുഴുവൻ ബന്ധങ്ങളും ബിസിനസ്സുകാരായിട്ടാണ്. ഫുൾ ഫ്രണ്ട്സ് ബിസിനസ്സുകാരാണ്. അതറിയില്ല നിങ്ങൾക്ക്? നിങ്ങളിപ്പോ കുറെ കാലം അദ്ദേഹത്തിന് കീഴിൽ നിന്നല്ലേ? അദ്ദേഹത്തിന് തൃശ്ശൂർ റൂറൽ ഭാര്യ വീട്ടുണ്ട്, അവിടെ കുറെ ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പലരും തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഗവൺമെന്റിന് എത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായ ഈ നാട്ടിൽ ഇത്രയും വർഗീയ വിദ്വേഷം കത്തിപ്പലിച്ച് അവന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ നടക്കുക? അപ്പൊ ഇങ്ങനെ ഒരു ന്യൂസേ നിങ്ങൾ കേട്ടിട്ടില്ല? അല്ല, ഇയാൾ ഈ കാശ് മേടിച്ചാലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് പോയ മാനസികാവസ്ഥയിൽ ഞാൻ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ആ APS ഞാൻ അങ്ങ് ഒതുങ്ങി കൂടി. നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കും. നിങ്ങളെ ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ. ഞാൻ ഈ കഴിഞ്ഞ 8-9 മാസത്തിൽ ആന്റി ടെററിസ്റ്റ് സ്കൂളിൽ ബേസിക് കാര്യങ്ങൾ ചെയ്തിരിക്കുക എന്നല്ലാതെ കുറച്ച് ആവശ്യങ്ങളെ പിടിച്ചു എന്നല്ലാതെ ഞാൻ ഈ യുവമാർ എന്തെങ്കിലും കാണിക്കുകയോ സംസാരിക്കുകയോ ഒരു ഇതും പോയിട്ടില്ല. ഇതിപ്പം യുവമാരായിട്ട് സജസ്റ്റ് ചെയ്തിട്ടല്ല എന്നോട്. ഈ MR അജിത് കുമാർ അല്ലേ ഇപ്പം ഈ ശശിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതെ, ഒറ്റ ഒരാളേ ഉള്ളൂ, MR അജിത് കുമാർ. ദാറ്റ്സ് ദ ഓൺലി പേഴ്സൺ. അപ്പം പുള്ളിയുടെ ഇൻട്രസ്റ്റ് എന്താ? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ ബിസിനസ് സർക്കിളിൽ പെട്ട ആളുകളാണ്. ഇയാള് പണ്ട് പാലക്കാട് SP ആയിരുന്ന സമയത്ത് ഇയാൾ SI ആയിരുന്നു. ഇയാള് ബാക്കിയുള്ളവരോട് തിരി ന്യായം പറഞ്ഞാൽ MR രവികുമാർ ഒരു സ്ഥാനം പിടിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യും. അത് തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അടിമക്കണ്ണാണ്. അതുകൊണ്ടാണ് അവിടെ ഇരിച്ചിരിക്കുന്നത്. ഒറ്റ കയറപ്പിലായിരിക്കുന്നത്. ഒറ്റ കയറപ്പിൽ. കാരണം ഇയാൾ പണ്ട് തൃശ്ശൂരായി റേഞ്ച് ആയിരുന്നു 3-4 വർഷം. അന്ന് അപ്പം ആ ബന്ധങ്ങൾ മലപ്പുറത്തുണ്ട്. അപ്പൊ മലപ്പുറത്തിന്റെ എല്ലാ കൊട്ടേഷൻസും ശശി ഇരിക്കുന്നതുകൊണ്ട് ശശി ഒന്നും മൈൻഡ് ആകത്തില്ല. ശശി നീതി ന്യായവും മറ്റതൊക്കെ പറഞ്ഞാല് MR ഒരു സാധനം പിടിച്ചാൽ പിന്നെ ആ ഏരിയയിലോട്ട് പോകത്തില്ല. അപ്പൊ മലപ്പുറത്തെ എല്ലാ കൊട്ടേഷനും നടന്നു പോകുള്ളൂ. നീതിയാണ് ശശിന്റെ നീതി, അല്ലാതെ വേറെ നീതിയൊന്നുമില്ല. അപ്പൊ SP കുമാർ അറിയാലോ. MR അജിത് കുമാർ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അതെ, നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ ലൈൻ ഓഫ് ഓപ്പറേഷൻ എന്താന്നുള്ളത്. ഭയങ്കര ക്രൂരനായ മനുഷ്യനാണ് കേട്ടോ. എനിക്ക് പേര് വിജയൻ സാർ നശിപ്പിച്ചു വെച്ചത് അയാൾ ഇട്ടത്തിന്. അതുകൊണ്ട് നമുക്ക് അയാളുടെ പേര് കേൾക്കുമ്പോൾ വിജയൻ സാറാണ് മുഖ്യമന്ത്രിയല്ലേ ഉദ്ദേശിച്ചത്? ഒരു തർക്കമില്ല നിങ്ങളെ പറഞ്ഞത്. അദ്ദേഹത്തെ മാത്രമല്ല, P. വിജയനെ സസ്പെൻഡ് ചെയ്തിട്ട് നശിപ്പിച്ചു വെച്ചേക്കണം മുഴുവൻ ഇയാളത്തിരുന്നാ. ഈ ഗവൺമെന്റിന് എത്രയും വലിയ തലവേദന മുഴുവൻ ഉണ്ടായത് ഈ പോലീസിലെ മുഴുവൻ കാരണക്കാരൻ ഈ അജിത് കുമാർ എന്നല്ലേ. അദ്ദേഹം മര്യാദയ്ക്ക് കൊണ്ടുനടന്നിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ബോധ്യല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇവിടെ ഒരുവിധം IPSകാർക്കൊക്കെ അത് അറിയാലോ, ഉണ്ടായിരിക്കല്ലേ. അത് നിങ്ങള് അതായി പറയുന്നത്. അപ്പം ഈ വിഷയത്തിൽ പോലും ഇപ്പൊ ഈ ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രിയെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കുറിച്ച്, പാർട്ടി സെക്രട്ടറിയെ കുറിച്ച്, കോടിയേരി ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കുറിച്ച് അകലമാന ആളുകളെയും കുടുംബം നാറ്റിക്കുന്ന വാർത്തകൾ നിരന്തരമായി കൊടുക്കുന്നു, വർഗീയ വാർത്തകൾ കൊടുക്കും. അവന്റെ കയ്യിൽ നിന്ന് ഇയാൾ കാശ് വാങ്ങിയാൽ പിന്നെ എന്താണ് ഇതിന്റെ സ്ഥിതി? നിങ്ങളൊന്ന് പറയും. അല്ല, നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾ അജിത്തിന്റെ ആ ഒരു സ്വഭാവം അറിയുന്ന ആളുകൾ കൂടെ വർക്ക് ചെയ്യുന്നവർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്താ? അവിടെയാണ് ഇതിന്റെ വിഷയങ്ങള്. എന്റെ കാര്യത്തിൽ നാളെ എനിക്കൊന്ന് പരിഹാരമാക്കി തന്നെ തിങ്കളാഴ്ച മനസ്സമാനമായിട്ട് ജോലി ചെയ്തിട്ടെ ഒരു മെയിൽ അയക്കി പ്ലീസ്. നാളത്തെ ഒരു ദിവസം കൂടി തരും SP. ഞാനെന്താ വെച്ചാല് ഞാൻ വിളിച്ചോളാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ വിളിച്ചോണ്ടിരിക്കണ്ടല്ലോ. എപ്പോഴെങ്കിലും പറയാം, ഞാൻ ആ സമയത്ത് തിരിച്ചു വിളിക്കാം. അല്ല, ഞാൻ എപ്പോ എന്നെ നിങ്ങൾ വിളിക്കുന്നത് രാത്രി 9:30 ശേഷം. ഞാൻ 9:30 10 o'clock ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തുള്ളൂ. വഴിയിലൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. വണ്ടിയിൽ ആളുകൾ ഉണ്ടാവും ഒക്കെ. ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഇത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ വയ്യല്ലോ. ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, നാളെ അനുകൂലമായിട്ട് ഇപ്പൊ ഞാൻ ഈ പറയുന്ന നമ്മുടെ ലീഡർഷിപ്പിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ എനിക്കൊരു വിഷയമില്ല. നമ്പർ 1. നമ്പർ 2, ഞാൻ ഒറ്റ കാര്യം കൂടി SP ചോദിച്ചോട്ടെ. ഇങ്ങനെ ഒരു എൻക്വയറിക്ക് പോയി കഴിഞ്ഞാൽ SPക്ക് ഇതിൽ എന്തെങ്കിലും വിഷയം വരുമോ?
അല്ല, എൻക്വയറി ഓൾറെഡി നടക്കുന്നുണ്ട്, അതൊന്നും ആകത്തില്ല. എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, MLA ഇതൊരു പരാതി കൊടുത്തു കഴിയുമ്പോൾ അത് പുറത്തു വന്നു കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു കസ്റ്റോഡിയലത്തെ ഇഷ്യൂസ് തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള അറ്റാക്കുകൾ മുഴുവൻ നേരിടുമ്പോൾ എനിക്കത് ഫേസ് ചെയ്യാനായിട്ടുള്ള, അത് MLA കൊടുത്ത ഒരു പരാതി എന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥ ഇല്ല. മാനസികാവസ്ഥ മനസ്സിലാക്കിയാൽ അല്ല, അത് ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഞാനിപ്പോ ചോദിച്ചു, നാം കൊടുത്ത പരാതി നിങ്ങൾക്ക് മെയിലിലാണ് ഡിലീറ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടോന്ന് ചോദിച്ചു. അതില്ല, അതാണ് മനസ്സിലായി. അപ്പൊ പിന്നെ ഈ ഇതിൽ നിന്ന് നമുക്ക് ഇതിന് തടിയൂരണ്ടേ? MLA അതൊന്നും എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തുകൂടെ? ഈ പരാതിയുമായിട്ട് തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു MLA ഒരു ഈ എത്രയോ വിഷയത്തിൽ അവനെ പിടിക്കാനായിട്ട് നിങ്ങൾക്കുണ്ട്. ഈ ലൈഫ് മിഷന്റെ ഇഷ്യൂ, അത് ഇത് എത്ര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാനുണ്ട്. നിങ്ങൾ അത് ചെയ്താൽ പോലെ ശശിനെ പിടിക്കാനുള്ളതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? എന്നോട് നിങ്ങൾക്ക് സ്നേഹമല്ലേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് എന്നോട് ശത്രുതയില്ലല്ലോ. അല്ല, നമുക്ക് ഒരാളോട് ശത്രുത, നിങ്ങളോട് ഒരു ശത്രുത ഉണ്ടാവേണ്ട കാര്യം എനിക്കില്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളൊരു പ്രയാസത്തിൽ പെട്ടു, എന്നെ വിളിച്ചു, ഞാൻ സഹായിച്ചില്ല ആ കാലത്ത്. അതേപോലെ ആ നന്ദി ഉള്ളത് കൊണ്ടും ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ചോദിക്കാനുള്ളത് കൊണ്ടല്ലേ ഞാൻ മറ്റൊരാളെ കൊണ്ട് വിളിപ്പിക്കാതെ ഞാൻ MLA നേരിട്ട് വിളിച്ചത്. അല്ലപ്പോ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഒരാളെ ദുരന്തത്തിൽപ്പെട്ട നമ്മൾ സഹായിക്കാന്നുള്ളതാണ് നമ്മളുടെ പോളിസി. ഇതൊന്ന് ചെയ്യും. ഇനി നമ്മൾ ഇത്ര ഡിസ്കസ് എനിക്ക് സത്യത്തിൽ പറഞ്ഞിട്ട് തല പോയിക്കൊണ്ടിരിക്കും 2 ദിവസമായിട്ട്. MLA എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടി ഒറ്റ സെന്റൻസിൽ ഇതിൽ നിങ്ങളൊന്ന് മാറി ഒന്ന് പിന്നോട്ട് വലിഞ്ഞാൽ നിങ്ങൾക്ക് 100 വിഷയങ്ങൾ മുമ്പോട്ട് എടുത്തിരിക്കാൻ വേറെ ഉണ്ടല്ലോ. എത്രയോ ഇവനെതിരുള്ള പരാതി പോലീസുകാർ തന്നെ തരും. ഇവൻ ഈ 50 കിലോമീറ്റർ ദൂരം മാറ്റിയത്, ഈ മണ്ണുകാരി ലൈഫ് മിഷൻ പിടിക്കുന്നത്, ഈ പറഞ്ഞ ചെങ്കല് വണ്ടികൾ മുഴുവൻ കൊണ്ട് പിടിച്ചിരുന്നത്, അവിടെ എനിക്ക് തോന്നുന്നത് ലീഗുകാരകത്ത് ഇതിനെതിരെ സമരം ചെയ്യാതിരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ കാണിക്കണം എല്ലാവരും MLAയുടെ ഒപ്പം. അല്ല, സമരം നമ്മളെന്നെ ചെയ്തല്ലോ. ഈ ലൈഫ് മിഷന്റെ കാര്യത്തില് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഫുൾ മെമ്പർമാര്, LDF, UDF ഒരു വ്യത്യാസമില്ല, എല്ലാരും കൂടെ പോയിട്ട് ഇയാളെ പോയി കണ്ടു. ദയവായി ഉപദ്രവിക്കരുത്. ആ വീട് കെട്ടിയ തറയിലേക്ക് മണ്ണിടാനാണ്. ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് SP എത്ര മണ്ണാ വേണ്ടത്? SPക്ക് അറിയാലോ. ഈ പറയുന്ന ഒരു 150 അടി മണ്ണ് അല്ലെങ്കിൽ 200 അടി മണ്ണ് ഒരു ചെറിയ പിക്കപ്പിന്റെ ലോഡ് മണ്ണാണ്. അത് അപ്പുറത്തെ പറമ്പെന്ന് ആളുകൾ സമ്മതം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ശേഷം മണ്ണെടുത്തോ, ഈ സാധനം വീടുണ്ടാവട്ടെ വെച്ച്. അതിനിങ്ങനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതാണ് വിഷയം. ഈ വട്ടന്മാരെ ഇവിടെ കൊടുത്തിട്ട് ഈ നാട് നശിപ്പിച്ചാൽ നമ്മൾ ഇതിനെ ബാധിക്കുന്ന മുഴുവൻ ഈ ഗവൺമെന്റിനെയും പാർട്ടിനെയും ഈ പൊതുപ്രവർത്തകരെയല്ലേ. അയാൾക്കെന്താ നമ്മളൊക്കെ ഈ MLA ഭരണപക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്വന്തമായിട്ട് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ മാറിയിട്ടുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ വരാതിരിക്കുന്ന അവിടെ മാറ്റില്ലേ? ഞാനത് പറഞ്ഞില്ല, ഞാൻ പോലീസിൽ ഇടപെടലില്ല. ഇപ്പൊ SPക്ക് അറിയാം, SP 3 വർഷം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ എത്ര വർഷങ്ങളെ വിളിച്ചത്? വളരെ അപൂർവം. എനിക്കറിയാം അത്. പക്ഷെ ഇത്രയും കൈ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യില്ലേ? നിങ്ങളെ പോലെ ചെയ്യാൻ ആൾക്കാർ അത് പറഞ്ഞ് ചെയ്യില്ലേ? അതെന്താ ചെയ്യാത്തതാണ് എന്റെ ചോദ്യം. നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവനെങ്ങനെ വ്യക്തം വലിയ നീതിമാനായ ഉദ്യോഗസ്ഥനായി ഇതുപോലെയുള്ള കാര്യമില്ലല്ലോ. പാർട്ടിയിൽ തീരുമാനിക്കുന്നത് ആരെവിടെ ഇരിക്കണം എന്നുള്ളത്. ഞാനത് ഇടപെട്ടിട്ടില്ല SP, അതുകൊണ്ടാ. നോക്കാം നമുക്ക്. അത് നിങ്ങളൊന്ന് ഇടപെട്ടൊന്ന് മാറ്റി. എന്തായാലും നാളെ രാത്രി നമുക്ക് സംസാരിക്കാം. നാളത്തേക്ക് ഞാനൊരു വഴി ഉണ്ടാക്കാൻ കഴിയാൻ നോക്കട്ടെ. അങ്ങനെ ഒരു ഒറ്റ മെയിൽ തീരുന്ന ഒരു പ്രശ്നമാണ്. അതിന് എനിക്ക് മനസ്സമാനമായിട്ട് ജീവിക്കാം. ഇവനെ നിങ്ങൾ മാറ്റുക, തല്ലിക്കൊല്ലി, എന്ത് വേണം ചെയ്യും. ഇത് എവിടെ എത്തിയെന്നറിയാം SP? അതായത് ഈ മരം മുറിച്ച് അതിന്റെ കേക്കിന്റെ അടിക്കഷ്ടം നിങ്ങൾ എടുത്തു. പിന്നെ ഈ എന്താ പറയാ മഹാഗണി, അവിടെ 2 സ്റ്റെമ്പായി നിൽക്കുന്ന വലിയ മരമുണ്ട്. ആ മരത്തിൽ നിന്ന് ഒരു സ്റ്റെമ്പ് കട്ട് ചെയ്തു, വലിയ വലിയ ഒരു മരത്തിനേക്കാളും സൈസ് ഉള്ളത്. അത് നിങ്ങൾ ഫർണിച്ചർ, ഇവിടുത്തെ കോട്ടയ്ക്കൽ നിന്ന് ഫർണിച്ചർ ഉണ്ടാക്കി ആ സാധനം ഇവിടുന്ന് കൊണ്ടുപോയി. എന്നിട്ട് ഇതൊരു ഇഷ്യൂ ആയി വന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഫർണിച്ചർ കത്തിച്ചു. അങ്ങനെ നിങ്ങളുടെ മദർ നിങ്ങളെ ഹലോ കോള് കയറിയതാ. എന്നിട്ട് ഇതൊരു ഇഷ്യൂ ആകും എന്ന് അറിഞ്ഞൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഫർണിച്ചർ കത്തിച്ചു. എന്നിട്ട് നിങ്ങളുടെ മദർ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ചോദിച്ചു, കുഞ്ചുവിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ട്, അങ്ങനെ ഫർണിച്ചർ എല്ലാം കത്തിച്ചല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിസ്കഷൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്വേഷിച്ച് തീർന്നാൽ ഈ വിഷയങ്ങൾ അവസാനിച്ചില്ലേ SP? ഇതിങ്ങനെ നടക്കണത്. ഇപ്പൊ ഞാൻ ഈ പരാതി പിൻവലിച്ചാൽ വേറെ പരാതി വരും.
അല്ല ആയിക്കോട്ടെ, അത് വേറെ ആര് പരാതി കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. MLA ഒന്ന് വിഡ്രോ ചെയ്താൽ മതി. ലീഗിന്റെ MLA കൊടുത്താലോ? അത് കൊടുത്താൽ എനിക്ക് പ്രശ്നമില്ല. അവര് പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ, അവര് കൊടുത്തോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വളരെ ചെറിയ ഒരു എന്താ പറയുക ഇതിൽ നിന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വിഷയം കൊണ്ട് കൊണ്ടുവരും. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറരുത്. എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തതാ പ്ലീസ്. നിങ്ങൾ മാറിയാൽ മതി. വേറെ ആര് എന്ത് കൊടുത്താലും എന്റെ വിഷയങ്ങളെ അല്ല. എന്താ പറയാ, എന്തായാലും നാളെ ഞാൻ ഇത്രയും റിക്വസ്റ്റ് ചെയ്യില്ല. 2 ദിവസമായിട്ട് നിങ്ങളെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന ഇതേ പോയിന്റ് അല്ലേ. നിങ്ങൾ ഒന്ന് എഗ്രി ചെയ്തിട്ടൊന്ന് എല്ലാം ഞാൻ സമ്മതിച്ചു. നിങ്ങളുടെ മാനസികാവസ്ഥ ഈ പറഞ്ഞതെല്ലാം ഐ അഗ്രി വിത്ത് യു. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം SP എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻക്വയറി വരുന്നതല്ലേ നിങ്ങൾക്ക് നല്ലതെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നത്. എൻക്വയറി നടന്നോട്ടെ, പക്ഷെ എനിക്ക് MLA കൊടുക്കരുത്, അത്രേ ഉള്ളൂ. അതിന് ഒപ്പോസിഷൻ MLA കൊടുത്താൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അൻവർ MLA കൊടുക്കരുത്. എന്താണ് മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങൾ ഞാൻ ഇത്രയൊക്കെ ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചു. നമ്മൾ പേഴ്സണൽ ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിൽ ഇവിടെ എൻക്വയറി നടന്നാൽ ആ എൻക്വയറി നമുക്ക് ഈ നിങ്ങൾ ഈ ഫയല് ശരിയാക്കി എന്തെങ്കിലും പാളിച്ച് നിങ്ങളടുത്ത് വന്നു പോയിട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തിനാണ് എന്റെ പൊന്നസ്തി നിങ്ങൾ ഭയപ്പെടുന്നത്? എനിക്ക് MLA കൊടുക്കുമ്പോ ഉണ്ടാകുന്ന പ്രശ്നം, അതിനൊരു വലിയൊരു ഹൈപ്പ് പോവും. അതിൽ എനിക്ക് വരുന്ന ഈ ഇമേജിൽ ഉണ്ടാകുന്ന ഡാമേജ്, ഓൾറെഡി ഞാൻ തകർന്നിരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് അത് ഒരു ഒപ്പോസിഷൻ MLA കൊടുത്താൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ പരമർശത്തിരിക്കുന്ന ഇത്രയും ശക്തനായ ഒരു MLA കൊടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അതാണ് എന്റെ പ്രശ്നം. എന്താ ചെയ്യാ? എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് വേറെ ആരെങ്കിലും പരാതി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഓൾറെഡി സീറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, അതൊന്നും അവിടെ എത്തൂലേ, അതുകൊണ്ടല്ലേ. എന്ത് കഷ്ടമാണ്. അത് നിങ്ങൾ പ്രബലരായിട്ടുള്ള വേറെ ആരെങ്കിലും കൊടുത്തോട്ടെ, അതൊന്നും ഒരു പ്രശ്നവുമില്ല. എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യേ. ഓക്കെ, നാളത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് തരൂ പ്ലീസ്. നീട്ടിക്കൊണ്ട് പോകരുത് പ്ലീസ്. ഞാനിപ്പോ 2 ദിവസമായിട്ട് നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുക. എനിക്കറിയാം നിങ്ങൾ വിചാരിച്ച തീരുന്ന കാര്യങ്ങളേ ഉള്ളൂന്ന്. എന്തായാലും നാളെ ഈ സമയത്ത് നമുക്ക് 10 o'clock നമുക്ക് സംസാരിക്കാം. അപ്പോഴേക്ക് ഒരു വിവരം തരാം. എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങള് ഒരിക്കലുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മളിപ്പോ ഇത്രയും എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ നാളെ MLA എനിക്ക് വേണ്ടി ചെയ്തിരുന്നു ഞാൻ വിശ്വസിക്കണു. ഞാൻ വിളിക്കും നിങ്ങളെ 10 മണിക്ക് ഞാൻ വിളിക്കും. ഹലോ, 10 മണിക്ക് ഞാൻ വിളിക്കും നിങ്ങളെ രാത്രി. അല്ല, MLA ചെയ്യുന്നു ഞാൻ വിശ്വസിക്കണു. ഒരു പോസിറ്റീവായിട്ട് മറുപടി നമുക്ക് തരും. ഡോണ്ട് വറി. ഓക്കെ, ഇനിയും മറ്റ് വിഷയങ്ങളിലേക്ക് വീട്ടിൽ ചർച്ച ചെയ്ത് നമുക്ക് ഒറ്റ പോയിന്റിലേക്ക് നിർത്താം. MLA ഒരു മെയിൽ അയച്ച് അതൊന്ന് ക്ലോസ് ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ലോകത്തുള്ള ഏത് മനുഷ്യൻ കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. ആയിക്കോട്ടെ. ഓക്കെ, ശരി. താങ്ക് യു. ഓക്കെ. എന്താണ് ചെയ്യേ? ഈ കേസിൽ SP പറയുന്ന അന്വേഷണം ഒരു അഡീഷണൽ SP-നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. DIG അറിയിച്ചു. DIG പറഞ്ഞത് പ്രകാരം ഒരു അഡീഷണൽ SP അന്വേഷിച്ചു വരുന്നതാണ് ഈ മലമുടി. എന്താണ് സന്ദേഹം? അത് ഈ SP-നോട് ഇതേ പോലെ ഞാനെല്ലാം ഇത്രയും പറയണ്ടേ? എനിക്കറിയില്ല സത്യത്തിൽ, അതുകൊണ്ട് പറയാം. വേറെ ആംഗിളിലെല്ലാം പറയുന്നു. ഐ ഡോണ്ട് ഹാവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ്. അയാളുടെ അവിടെ പോയി ചോദിക്കുകയാണ്. ആരോപണ വിധേയൻ SP-യും പിന്നെ താങ്കൾ പറയുന്നതനുസരിച്ച് DGP-യുമാണ്. അത് ഒരു അഡീഷണൽ SP-ക്ക് ഉദ്യോഗസ്ഥരെല്ലാം അന്വേഷിക്കുമോ? ഐ ഡോണ്ട് നോ. ചായ പറയണം. മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി കൈമാറുന്ന വളരെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രി നേരിട്ടാണ് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, അത് കുറച്ചുകൂടി സമയമെടുക്കും. ഇതെന്ന് തീരുന്നറിയില്ല. മിനിമം 1 വീക്ക്. കാരണം ഇൻഫർമേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ പറഞ്ഞ ആരും വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ചങ്ങാതി പറഞ്ഞ നിങ്ങൾ കിട്ടും. ഇതിൽ വിശ്വാസ്യതയുടെ പ്രശ്നമില്ലല്ലോ. ദിസ് ഇസ് എ ഓപ്പൺ ബുക്ക്. ഇതിന് വേണ്ടത് എൻക്വയറിയാണ്, അന്വേഷണമാണ്. അത് സത്യസന്ധരായ ഓഫീസർമാർ സ്പെഷ്യൽ ടീം ഉണ്ടാക്കി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നിരീക്ഷണത്തിൽ വേണം അന്വേഷണം നടത്താൻ. ഞാനീ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും എതിരെ ഇനിയും വേറെ ആൾക്കാർ ഇതിൽ വരാനുണ്ട്. ഇനിയും ആളുകൾ വരാനുണ്ട്. ഈ ഗവൺമെന്റിനെ കുളം തോണ്ടിക്കാൻ ഇത്ര ദിവസമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നത് 3-5 ദിവസമായില്ലേ? ഇത് പ്രതിപക്ഷം ഏറ്റെടുക്കാത്തത്? ഈ പിണറായി അങ്ങനെ മാന്തി തിന്നിരുന്ന പ്രതിപക്ഷം എവിടെ? ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള
ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു തെളിവ്, അല്ലെങ്കിൽ ഒരു വാർത്ത, ഒരു ഫോൺ കോള് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വിട്ടിട്ട് എവിടെ പ്രതിപക്ഷം? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇല്ലാത്തത്? അവരെ ഉള്ളിലൂടെ സഹായിക്കുന്നവന്റെ നെഞ്ചത്തേക്കാ ഇത് പോണത്. ഇവിടുത്തെ പ്രതിപക്ഷത്തെക്കാളും ശക്തമാണ് അജിത് കുമാർ, എം ആർ അജിത് കുമാറും ടീമും. അവരാണ് ഈ ഗവൺമെന്റ് നശിപ്പിച്ചത്. അവരാണ് ഈ പാർട്ടി നശിപ്പിക്കാൻ നോക്കുന്നത്. പല സ്ഥലങ്ങളിലും പല കേസുകളിലും ഇതിലെ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി പാർട്ടിക്ക് ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവില്ലേ പ്രവർത്തിക്കാൻ? എന്താ അരീക്കോട് പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കൂ പാർട്ടി പ്രവർത്തകരോട് അവരുടെ മാനസികാവസ്ഥ. എന്തിനു വേണ്ടിയാ 10-18 ദിവസം അവർ ജയിലിൽ കിടന്നത്? ഈ ഗവൺമെന്റിന്റെ പ്രധാനമായ ഒരു പരിപാടിയായിരുന്നു നവകേരള സദസ്സ്. ആ സദസ്സ് കലക്കാൻ വന്നവനെ പിടിച്ചു മാറ്റിയതിന് കളവ് കേസിൽ പ്രതിയാക്കി. നിങ്ങൾ FIR ഒക്കെ ഒന്ന് വായിക്കണം, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പ് റിങ് കൊണ്ട് ഇടിച്ചു. എങ്ങനെ? എന്താ ഇരുമ്പ് റിങ്? മോതിരത്തിന് ഈ പറയുന്ന ശശിധരന്റെ പോലീസ് ഇട്ടിരിക്കുന്നത് ഇരുമ്പ് റിങ് കൊണ്ട് ഇടിച്ചു എന്നാണ്. പിന്നെ അതിൽ വിചിത്രമായൊരു സംഗതി ഉണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു FIR പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വാദിയും സുഹൃത്തും. റിമാൻഡ് FIR നോക്കി സുഹൃത്ത് പേര് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തതിലും വാദിയും സുഹൃത്തും. ആരാ സുഹൃത്ത്? ആരും ആവാം. ഏറ്റവും സ്ട്രോങ് ആയിട്ട് പിണറായിക്ക് എതിരാൻ പറ്റുന്ന ഒരാളമ്മ കൊണ്ടെടുത്തും ഇതാണ് ആ സുഹൃത്ത് എന്ന് പറയും. കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളെടുത്ത് വായിക്കാൻ, എൻ്റെ ഫേസ്ബുക്കിലുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. FIR എടുത്ത് വായിക്ക്, റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ വായിക്ക്. പ്രതികളെ അവർ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് അവരെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ പോലീസ് മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഈ പറയുന്ന എന്ത് കാരണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിമാൻഡ് റിപ്പോർട്ട്. അതിലാണ് ഈ പറയുന്നത്. റിങ് കൊണ്ട് ഇടിച്ചു, അങ്ങോട്ടാക്കി, ഇങ്ങോട്ട്, അതൊക്കെ പോട്ടെ. ഈ പറയുന്ന എന്തോ ഒരു പേര് പറയുന്നുണ്ട് അവൻ്റെ, ഈ യൂട്യൂബർ, അവനും സുഹൃത്തുനിന്ന്. സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാ ഈ കുട്ടികൾ സറണ്ടർ ആവുന്നത്. അപ്പോഴും സുഹൃത്തിൻ്റെ പേരറിയില്ല. എന്താ കാരണം? ഒരാളെ കിട്ടിയിട്ടില്ല അത് പറയാൻ. അപ്പം MR അജിത് കുമാർ ആളുണ്ടാക്കി കൊടുക്കും. അവന് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഇത് ഒന്നും കൂടി എക്സാജറേറ്റ് ചെയ്ത് കോടതിയിൽ പറയാൻ പറ്റുന്ന ഒരു സാക്ഷിയെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കാത്തിരിക്കായി പോലീസ്. എന്നിട്ട് ഞാൻ ഉണ്ടായിരിക്കണോ? ഈ പ്രതിപക്ഷ നേതാവിനെതിരെ അന്ന് നിയമസഭയിൽ ആക്ഷേപം അന്ന് ഉന്നയിച്ചിരുന്നല്ലോ. അതിന് പിന്നീട് ഫോളോ അപ്പ് നമ്മുടെ പറഞ്ഞു. അപ്പൊ ആവശ്യം ഉണ്ടാവില്ല. അല്ലാതെ അതിനുശേഷം പക്ഷെ അതോടുകൂടി തീരുകയാണ് ചെയ്തത്. അത് ഞാനിവിടെ പറഞ്ഞു. ഞാൻ നടത്തിയ നിയമസഭയിലെ പ്രസംഗം, ആ പ്രസംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആഫീസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ, അത് വിവരാവകാശ പ്രകാരം നിയമസഭയിൽ നിന്ന് അദ്ദേഹം വാങ്ങി, അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഈ പ്രസംഗം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ ഒരു അഴിമതിക്കാരാ, ഇത് അന്വേഷണം എന്നാണ് കോടതിയിൽ കൊടുക്കുന്നത്. വിജിലൻസ് കോടതി അത് പോലീസിന് കൈമാറി, ക്രൈംബ്രാഞ്ചിന് കൈമാറി, റിപ്പോർട്ട് ചോദിച്ചു. അപ്പം എഴുതി കൊടുത്തു, ഇതിലൊരു തെളിവില്ല. ആ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ച PV അൻവറിനെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല. അതാരെ സഹായിക്കാനാ? ഞാൻ അതോടുകൂടി നിർത്തിയത്. മനസ്സിലായില്ലേ? പരാതി കൊടുക്കലും ഇപ്പൊ നിങ്ങളിങ്ങനെ ചോദിക്കുന്നില്ല, പരാതി കൊടുത്തോ എഴുതി. ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ ഒറ്റ പരാതിയെ കൊടുക്കുള്ളൂ. അത് ബഹുമാനപ്പെട്ട CM-ന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കൊടുക്കും. അല്ലാതെ ഒരു പരാതിയില്ല. എന്നെ വഷളാക്കിയില്ലേ MR അജിത് കുമാർ ഈ കേരള സമൂഹത്തിന് മുമ്പിൽ? ഞാൻ അങ്ങാടിപ്പാട്ടല്ല പാടിയത്, കേരളത്തിലെ നിയമസഭയിലാണ് പ്രസംഗിച്ചത്. എൻ്റെ അടുത്ത് ഇപ്പോഴും തെളിവുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് തിരിയാനല്ല, ഇപ്പം ഈ യുദ്ധം ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഡൈവേർട്ട് ചെയ്യുന്നില്ല. ഞാൻ അതില്ല എന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. അങ്ങനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ പറയുന്ന സാജൻ സ്കറിയയുടെ പിന്നാലെ എത്ര മാസം ഞാൻ കൂടി നിങ്ങൾക്കറിയാലോ. നിങ്ങളിൽ എത്ര ആൾക്ക് അനുഭവമുണ്ട്? എത്ര കുടുംബങ്ങൾ ഇവിടെ നശിച്ചു? പോലീസ് ഓഫീസർമാർ എത്ര പേര് ആത്മഹത്യ ചെയ്തു? രാജ്യദ്രോഹ കുറ്റം ചെയ്തു? അവനെതിരെ കൂടി അവിടെ തന്നെ വഷളാക്കി. നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം, കേരള പദ്ധതിയെ അട്ടിമറിക്കാൻ അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും പണം ഇന്ന വഴിക്ക് വന്നിട്ടുണ്ട്, അത് വിജിലൻസിൽ പോയി. ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച ഒരു MLA PV അൻവർ വിട് ഒന്ന് വിളിച്ചന്വേഷിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റിയോ? എന്തടിസ്ഥാനത്തിലായി ഈ ചങ്ങാതി ആ വിജിലൻസ് കോടതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞത്? അപ്പൊ പ്രതിപക്ഷം മിണ്ടൂല. ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുക. എവിടെ പ്രതിപക്ഷം?
ഉണ്ടാവില്ല. ഇനി ഇതാകെ കുരുങ്ങി ഇവരൊക്കെ ചാവാൻ പോകുമെന്ന് മനസ്സിലാകുമ്പോൾ ഒക്കെ ജയിലിലേക്കാണ് പോകുന്നത്. പലരും തൂക്കിലേറ്റപ്പെടും, പലരും 10ഉം 20ഉം കൊല്ലം കിടക്കേണ്ടി വരും. ഒരു തർക്കമില്ല, അങ്ങോട്ടേക്കാണ് ഇത് പോണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ അവർ കൊല്ലും എന്ന് പറയുന്നത്. ഞാൻ കൊല്ലപ്പെട്ടേക്കാം എനിക്കറിയാം, പക്ഷെ ആ തെളിവുകളൊക്കെ ബാക്കിയായിട്ട് തന്നെ ഞാൻ മരിക്കുള്ളൂ. അതിൻ്റെ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുക, അതിനൊരു തർക്കമില്ല. അപ്പൊ അതാണ് ഇതിലെ വിഷയം. അരീക്കോട്ടെ കേസിലെ പാർട്ടി പ്രവർത്തകർ സ്വാഭാവികമായി CPM സംഘടന അനുസരിച്ച് പാർട്ടി പ്രവർത്തകർക്ക് പ്രയാസം ഉണ്ടാവും, പാർട്ടി നേരത്തെ ഇടപെടും. പ്രത്യേകിച്ച് ഈ കേസിലൊക്കെ നവകേരള സദസ്സ് പാർട്ടിയുടെ പ്രസ്റ്റീജ് സംഭവമായിരുന്നു. അവിടെ ഉണ്ടായ വിഷയം CPM പ്രവർത്തകരെ ജയിലിലടക്കി ഒക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ പാർട്ടി ഇത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവരൊന്നും ഇത് നേരത്തെ വെച്ചില്ല. എന്റെ പ്രശാന്ത് ഞാൻ പറയുന്നവരല്ല, അവരൊക്കെ നിസ്സാര. അവരിത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഈ പാർട്ടിയുടെ ഇപ്പൊ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി അവർ അറിയിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഒന്ന് ആലോചിക്കുക, അന്നത്തെ ദിവസം മുഖ്യമന്ത്രി രാവിലെ 9 മണിക്ക് പത്രസമ്മേളനം നടത്തുന്നു. ഈ പറഞ്ഞത് ശരിയല്ല, അവിടെ അക്രമം കാണിക്കാൻ വന്നതാണ്. 7600 ആളുകളോട് പങ്കെടുത്തിട്ടുണ്ട്, ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവരാണ് അതിന് കാരണക്കാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല, മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നല്ലേ? അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവരെ കളവുകേസിൽ പ്രതിയാക്കിയ എഫ്ഐആർ ആണോ എന്ന് മാഷ് ആണോ? അപ്പൊ ഈ പോലീസ് എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ പോലീസാവുന്നത്? നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ പോലീസ്. ഈ പോലീസ് മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ല. ആണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. അത് തന്നെയാണ് എന്റെ പ്രശ്നം. പാർട്ടി പ്രവർത്തകരും പൊതുപ്രവർത്തകരും പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവരനുസരിക്കുന്നില്ല. പിന്നീടുള്ള മാർഗമാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ശശി. അദ്ദേഹത്തോട് പറഞ്ഞതും കാര്യമില്ല. അദ്ദേഹത്തോട് പറഞ്ഞാലോ, ഈ ചങ്ങാതിന്റെ എല്ലാ കാര്യങ്ങളും എഴുത്തും കുത്തുമ്പും തെളിവുമായിട്ട് എത്ര പ്രാവശ്യം പി ശശിയുടെ അടുത്ത് ഞാൻ പോയതാണ്. അല്ല, അത് ഞാൻ വിശദീകരിച്ചു. നിങ്ങളിതൊരു നല്ല ആംഗിളിൽ എടുക്കണം. നിങ്ങൾക്ക് ആകെ വേണ്ട വിവാദങ്ങൾ. നിങ്ങൾ അങ്ങനെ പോകണി പോയിക്കോ, ഞാൻ നിങ്ങളായിട്ട് പിരിയും. ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് എനിക്കറിയാതെ എങ്ങനെ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ ഇത്രയൊക്കെ ആത്മാർത്ഥമായി തുറന്ന് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ മുഖ്യമന്ത്രിനെ ആക്രമിക്കാനാണെങ്കിൽ ഞാൻ ആ വിഷയത്തിനില്ല. എനിക്കറിയാം ഒറ്റയാൾ പോരാട്ടം നടത്താൻ നിങ്ങൾ ആരും വേണ്ട. ഇവിടെ അതിൻ്റെ നിയമസ്ഥിതി ഉണ്ട്, ആ വഴിക്ക് ഞാൻ നീങ്ങും. അല്ല, അത് പറഞ്ഞോണ്ട് അത് പറയേണ്ട ഘട്ടമാകുമ്പോൾ അദ്ദേഹം പറയും. അതിന് മറുപടി പറയാതിരിക്കുന്നില്ല, ആ സമയത്ത് അദ്ദേഹം പറയും. ഇതിന് ഉത്തരവാദി അദ്ദേഹം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. 29 വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. അതിലൊരു വകുപ്പ് മാത്രം ആഭ്യന്തരം. അത് പാർട്ടിയാണ് ഏൽപ്പിച്ചത്. ആരെ ഞാൻ മനസ്സിലാക്കുന്നത്, പി ശശിയെ പാർട്ടി റിക്രൂട്ട്മെന്റ് അല്ലേ. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ അമ്മായിന്റെ മകനൊന്നുമല്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ? പി ശശി ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ എന്നില്ല, പാർട്ടി പരിശോധിക്കട്ടെ. എന്തിനാ മുഖ്യമന്ത്രിയുടെ നെഞ്ഞത്തേക്ക് കയറുന്നത്? അത് തന്നെയാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. അതിൽ യാതൊരു തർക്കമില്ല. കഴിഞ്ഞ നായനാർ സർക്കാരിന്റെ കാലത്ത് പി ശശി ആയിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി. അന്ന് സർക്കാരിനെ ഗവൺമെന്റ് ഇല്ലാതാക്കി തുടർഭരണം ഇല്ലാതാക്കിയതിലൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പങ്കുവഹിച്ച വ്യാപകമായ ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ അതേ അവസ്ഥയിലേക്ക് തന്നെയാണോ അദ്ദേഹത്തിനൊരു മാറ്റം ഉണ്ടായിട്ടില്ലേ? ഞാൻ അതൊന്നും പറയില്ല മാഷ്, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ പാർട്ടി അന്വേഷിക്കട്ടെ. താങ്കൾ ഇത്ര തീവ്രമായി ഉന്നയിക്കുന്ന മുൻപും പോലീസിനെതിരെ പലതരത്തിലുള്ള പരാതികൾ, ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. ഇത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ ആരോപണങ്ങൾ വന്നിരുന്നു. ആ സമയത്ത് അപ്പോഴെങ്കിലും മുഖ്യമന്ത്രി ഇതൊന്ന് നോക്കേണ്ടിയില്ലേ? അല്ല, അതിലേക്കൊന്നും ഇപ്പൊ ഞാനില്ല. നിങ്ങളുടെ ഉദ്ദേശം ദുരുദ്ദേശം, നിങ്ങൾ സദുദ്ദേശത്തിൽ നിൽക്കുക. സദുദ്ദേശത്തിലാണെങ്കിൽ നമുക്ക് അതിന് ആൻസർ പറയാം. ദുരുദ്ദേശത്തിൽ എന്താ അറിയാം, ഞാൻ അതിന്റെ മറുപടി പറയും, അത് വേറെ രീതിയിലാവും. എന്റെ സ്വഭാവം അതിന് പറ്റുന്നതല്ല, അതുകൊണ്ടാണ് പ്രശ്നം. ഇതിലെ ഈ പറയുന്ന പി ശശിയും അതെനിക്കറിയില്ല. MR അജിത് കുമാറും ഈ പറയുന്ന ഈ IPSലെ എണ്ണപ്പെട്ട വ്യക്തികളും ഈ ഡാൻസ് ഓഫ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്രിമിനൽ സംഘത്തിന് ഇവിടുത്തെ എല്ലാ കള്ളക്കടത്തിലും ബന്ധമുണ്ട്. ആ ഓഡിയോ സംഭാഷണം ഞാൻ കട്ട് ചെയ്ത, ഇതിൽ മുഴുവനില്ല. ചില ഭാഗങ്ങൾ ഞാൻ നീക്കിയിട്ടുണ്ട്. ആ ഭാഗം കൂടി ഇതിലേക്ക് വരികയാണെങ്കിൽ സുജിത് ദാസ് എല്ലായിടത്തേക്ക് താനൂർക്കാർ തെരഞ്ഞു പോകും. അവിടെ നിൽക്കട്ടെ, ഞാൻ അതല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. സംരക്ഷിക്കുന്ന നിലപാടാണ് സുജിദാസ് ആണെങ്കിലും ആരോപണ വിജയനായിട്ട് മലപ്പുറം എസ്റ്റേറ്റ് തുടർന്ന സാഹചര്യം ഉണ്ടായി. ഡിവൈഎസ്പി ബെന്നി എന്റെ ബെന്നിയൊന്നും മാറാത്ത ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഈ കാര്യം പറഞ്ഞില്ല, എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ ഡിവൈഎസ്പി ബിജു തിരൂരിന് എന്താ
കോളാണ്. ഈ ബെന്നി എന്ന് പറയുന്ന DYSP ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തെ അവിടെ നിർത്തുക എന്നുള്ളത് ഈ പറയുന്ന MRന്റെ ആവശ്യമാണ്. അപ്പൊ അദ്ദേഹത്തെ സേഫ് ഗാർഡ് ചെയ്യുന്ന കീ പോസ്റ്റുകളിൽ അദ്ദേഹത്തിന്റെ വാക്കിന് മറുപടി പറയാൻ കഴിയാൻ ശേഷിയില്ലാത്ത നിർത്തിയിട്ടൊന്ന്, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലയം സൃഷ്ടിച്ചല്ലേ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഒരു ഫോൺ കോളിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ പോയി നോക്കി എത്ര കിലോ ആഭരണം വീട്ടിലുണ്ടെന്ന് അറിയാം. ഇപ്പൊ പോണം, ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാകും. കാരണം ഞാൻ പണി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല. ഓരോ മാസവും കിലോ കണക്കിന് ആഭരണങ്ങളാണ് പോകുന്നത്. ADGP എന്തിനാ ഇങ്ങനെ അടുക്കതിലേക്ക് ഇറങ്ങുന്നത്? നിങ്ങളാരെയും അന്വേഷിച്ചിട്ടുണ്ട്? ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നോക്കാനാണ്. ഗ്രീൻ ചാനലിൽ കൂടെ കടത്തി വിടുന്നുണ്ട് വേറൊരു ഭാഗത്ത്. ഞാനീ പറഞ്ഞ അവരുടെ ആളുകൾ, ആ സംഘത്തിന്റെ ആളുകൾ വന്നാൽ എല്ലാ പ്രോട്ടോക്കോളും മാറ്റി എയർപോർട്ട് വഴി പോയ ആളുകൾക്ക് അറിയുന്നുണ്ടാവും, അവിടെ ഗ്രീൻ ചാനൽ ഉണ്ടാവും. നത്തിങ് ടു ഡിക്ലെയർ, നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് സംശയം തോന്നുന്നവരെ ഇവർ പിടിച്ച് സ്കാൻ ചെയ്യാം. അപ്പൊ നത്തിങ് ടു ഡിക്ലെയർ, ഗ്രീൻ ചാനൽ അങ്ങനെ പോകും. അതിനവിടെ എസ്കോർട്ട് ഉണ്ടാവും, വണ്ടി കയറി പോകും. അത് വേറെ ഇതിന്റെ ഞാനതിലേക്ക് വരും. അത് വലിയൊരു സബ്ജക്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ 1 മണിക്കൂർ എടുത്താൽ എനിക്കറിയില്ല. ചിലപ്പോൾ അത് 2-3 മണിക്കൂർ, ചിലപ്പോൾ രാത്രി വരെ ഇരിക്കേണ്ടി വരും. സ്വർണം കടത്തിക്കൊണ്ടേ കേരളത്തെ തന്നെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ കൂട്ടത്തിൽ പാർട്ടിയും കൂടി ഈ സ്റ്റേറ്റിൽ നിന്ന് കടത്താൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു മീ